السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് കഴിഞ്ഞ ദർസിൽ നാം ആരംഭിച്ചത്. അതിൽ ആദ്യത്തെ ചില ഹദീസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാബ് മഅരിഫത്തുല്ലാഹി അസ്സ വജൽ വൽ ഈമാൻ ബിഹി, അല്ലാഹുവിലുള്ള വിശ്വാസവും അതുപോലെ അല്ലാഹുവിനെ അറിയുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് ആദ്യത്തെ ബാബിൽ മുഅല്ലിഫ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ളത്. അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിനോടൊപ്പം അഥവാ ഉലൂഹിയത്തിലെ വിശ്വാസത്തിനോടൊപ്പം അസ്മാഉ സിഫാത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വസിക്കുമ്പോൾ എന്തെല്ലാം രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കണം എന്ന രീതിയിലാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ ഒരു കിതാബിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇത് ഓരോ ഹദീസുകളും അതിന്റെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയൊരു മഅരിഫത്ത്, ഒരു മനസ്സിലാക്കൽ തന്നെ നമുക്ക് നേടാൻ സാധിക്കും. അതിലെ ആദ്യത്തെ ഹദീസ് ഷിർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. വലുതും ചെറുതുമായ ഷിർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. രണ്ടാമത്തെ ഹദീസിൽ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സിഫത്തായിട്ടുള്ള അള്ളാഹു ഹയ്യാണ്, അഥവാ മരണമോ ഉറക്കമോ ഒന്നും ബാധിക്കാത്തവനാണ് എന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു, ഏതൊരു കാര്യവും തീരുമാനിക്കുന്നത്, അതിന്റെ കണക്ക് തീരുമാനിക്കുന്നത് കൂടുതൽ വേണോ കുറക്കണോ എന്ന് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. അതുപോലെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നു രാവും പകലും. അതുപോലെ അള്ളാഹുവിന്റെ ഹിജാബ് ഉണ്ട്, നൂറാണ്. അള്ളാഹുവിനെ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഹിജാബ് നീങ്ങിയാൽ സൃഷ്ടികളെല്ലാം കത്തിച്ചാമ്പലായി പോകും എന്നുള്ളത് പറഞ്ഞു. അതിനെ തുടർന്നുള്ള ഹദീസ് അള്ളാഹുവിന്റെ യദ് എന്നുള്ള വിശേഷണത്തെ, യമീൻ വലത് കരം അള്ളാഹുവിനുണ്ട്, അതുപോലെ മറ്റൊരു കരമുണ്ട് എന്നുള്ളത്. ഷിമാൽ എന്നുള്ള അർത്ഥത്തിൽ സ്വഹീഹ് മുസ്ലിമിലെല്ലാം ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ രണ്ട് കരങ്ങളും യമീന് പോലെ സ്ഥാനമുള്ളതാണ് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെയുള്ളത് അള്ളാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസായിരുന്നു. രണ്ട് ആടിന്റെ വിഷയത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ ഇൽമു പരിപൂർണമാണ്, അപ്പൊ അള്ളാഹു അലീമാണ് എന്നതിനെ അറിയിക്കുന്ന ഹദീസാണ് അടുത്തത്. ഇതിലെ ഓരോ ഹദീസും നമുക്ക് ഓരോ ദർസിൽ വിശദീകരിച്ച് എടുക്കാൻ മാത്രം കാര്യങ്ങളുണ്ട് അതിൽ. കാരണം ഓരോന്നും അള്ളാഹുവിന്റെ ഓരോ വിശേഷണ പറയുന്നത്, ഓരോന്നിലും അള്ളാഹുവിന്റെ ഓരോ നാമമാണ് പറയുന്നത്. അപ്പോ ഓരോ കാര്യവും അതിന്റെ ആഴത്തിൽ തന്നെ പറയാനുണ്ട്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാണ് നാം കടന്നു പോകുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമ് 4 മർത്തബകളിലാണ് എന്നീ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത ഹദീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റു 2 വിശേഷണങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ, 2 നാമങ്ങൾ അറിയിക്കുന്ന സമഅ് ബസർ എന്നീ വിഷയങ്ങളായിരുന്നു. കേൾവി, കാഴ്ച എന്നുള്ളത് എന്താണോ അതുകൊണ്ട് അറബി ഭാഷയിൽ അർത്ഥം വെക്കുന്നത് അത് അള്ളാഹുവിനുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു അസ്-സമീഉ ബസീർ. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളിലും വിശേഷണങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ ഏതൊരു നാമത്തിലും അതിൽ വിശേഷണം ഉൾക്കൊണ്ടിട്ടുണ്ടാവുന്ന. ഇപ്പൊ റഹ്മാൻ എന്ന് പറയുമ്പോൾ വിശേഷണം എന്താണ്? റഹ്മത്താണ്. അതുപോലെ തന്നെ ഏത് നാമമാണെങ്കിലും അതിൽ വിശേഷണം ഉണ്ടാവും. പക്ഷെ എല്ലാ വിശേഷണങ്ങളും എന്താവില്ല, നാമമായിക്കൊള്ളണമെന്ന് ഇല്ല. അപ്പോൾ അസ്-സമീഉ ബസീർ നാമങ്ങളുണ്ട്, അതിൽ വിശേഷണമാണ് സമഅ് ബസർ എന്നുള്ളത്. പിന്നെ അവസാനമായി പറഞ്ഞത് ഇൽമുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഹദീസാണ്. മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യമായ ജ്ഞാനം, അതിന്റെ അറിവുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ അറിവിന്റെ വ്യാപ്തിയെ അറിയിക്കുന്ന ഒരു ഹദീസാണ് അവസാനത്തിൽ വായിച്ചത്. അടുത്ത ഹദീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു വിശേഷണത്തെ, അതുപോലെ തന്നെ ചില നാമങ്ങളുടെ ആശയത്തെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന, അള്ളാഹുവിനെ അറിയാൻ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു ഹദീസാണ്. ആദ്യ ഹദീസ് വായിക്കാം. وعن أنس بن مالك رضي الله عنه قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി മദീനയിൽ എത്തിയത് മുതൽ 10 വർഷക്കാലം ഉണ്ടായിരുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മകനാണ് അനസ് ഇബ്നു മാലിക്. 10ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായി. 20ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 20 വയസ്സാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്. അവസാന കാലം വരെ ജീവിച്ച, അഥവാ സ്വഹാബികളിൽ അവസാന കാലക്കാരനായിട്ട്, അവസാനത്തെ ആളെന്നല്ല, ഏകദേശം ആ കൂട്ടത്തിലായിക്കൊണ്ട് മരണപ്പെട്ട, ഒരുപാട് കാലം പിന്നീടും ജീവിച്ച സ്വഹാബിയാണ്.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അധികം സന്തോഷിക്കുന്നവനാണ്. അല്ലാഹു എന്നുള്ളത് അല്ലാഹു എന്നല്ല, അവിടെ ലല്ലാഹു എന്നാണ്. ലാമുൽ ഇബ്തിദാഇയ എന്ന് പറയും, ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു ലാമാണത്. ഹദീസ് വായിക്കുമ്പോൾ അല്ലാഹു എന്ന് വായിക്കരുത്, അല്ലെങ്കിൽ ഇല്ലാഹി എന്ന് വായിക്കരുത്, ലല്ലാഹു എന്നാണ് ആ വാക്ക്. ലാമുൽ ഇബ്തിദാഇയ എന്ന് പറയും. ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അല്ലാഹുവിലേക്ക് ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ വളരെയധികം അശദ്ദെന്നോ അത്രയും വലിയ രീതിയിൽ സന്തോഷിക്കുന്നവനാണ് അല്ലാഹു. മിൻ അഹദിക്കും, എന്നിട്ട് അതിനൊരു ഉപമ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് മനുഷ്യർക്ക് മനസ്സിലാകാൻ ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ ചില ഉപമകൾ പറയാറുണ്ട്. പറയാണ്, മിൻ അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. കാന അലാ റാഹിലതിഹി ബിഅർദി ഫലാത്തിൻ, വിജനമായ ഒരു പ്രദേശത്ത് അവന്റെ യാത്രാമൃഗത്തിലാണ് അവൻ, അതുപോലെ യാത്രയിലാണ്. വിജനമായ ഫലാത്ത് എന്ന് പറഞ്ഞാൽ വിജനമായ ഒരു പ്രദേശം, റാഹിലത്ത് പറഞ്ഞാൽ യാത്രാമൃഗം. ഫൻഫലതത് മിൻഹു വഅലൈഹാ തുആമുഹു വശറാബുഹു, അവൻ അതിന്റെ മേലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഫൻഫലതത് മിൻഹു, അവന്റെ ആ യാത്രാമൃഗം അവനെ വിട്ടുപോയി, അവനിൽ നിന്ന് തെറ്റിപ്പോയി. വഅലൈഹാ തുആമുഹു വശറാബുഹു, ആ യാത്രാമൃഗത്തിന്റെ മേലെയാണ് അവന്റെ തുആം, ഭക്ഷണം, അവന്റെ പാനീയങ്ങൾ. ഫഅയ്സ മിൻഹാ, ഐസ എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു. ഒരാൾ പ്രതീക്ഷ അറ്റുപോകുന്നതിനാണ് ഐസ എന്ന് പറയുന്നത്. ഒരാൾക്ക് പ്രതീക്ഷ അറ്റുപോവുക, അതിന് കിട്ടൂല എന്നുള്ള അവസ്ഥയിലായി. ഫഅതാ ശജറതൻ, അങ്ങനെ അവൻ ഒരു വൃക്ഷത്തിന്റെ ചോട്ടിലെത്തി. ഫൽതജഅ ഫീ ളില്ലിഹാ, അതിന്റെ തണലിൽ അവൻ കുറച്ചു നേരം കിടന്നു. ഇൽതജഅ പറഞ്ഞാൽ കിടന്നു, വിശ്രമിച്ചു. ഖദ് ഐസ മിൻ റാഹിലതിഹി, അവൻ എന്തായിട്ടുണ്ട്, അവനിനി യാത്രാമൃഗം തിരിച്ചു കിട്ടുന്നോ ഒരു പ്രതീക്ഷയില്ല, അതൊക്കെ നിരാശയായിരിക്കുന്നു. ഫബൈനാ ഹുവ കദാലിക ഇദ് ഹുവ ബിഹാ, അങ്ങനെ അവൻ ആ നിരാശയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഇദ് ഹുവ ബിഹാ, ഇദ് എന്ന് പറഞ്ഞാൽ ഫുജാഇയ എന്ന് പറയും, പെട്ടെന്നതാ ആ യാത്രാമൃഗം അവന്റെ മുമ്പിലായിക്കൊണ്ട് ഖായിമതൻ ഇൻദഹു, അവന്റെ അടുക്കൽ അത് നിൽക്കുന്നു. പെട്ടെന്ന് ആ സന്ദർഭത്തിൽ പൊടുന്നനെ എന്നൊക്കെ പറയില്ലേ, ആ മൃഗം അവന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. ഫഅഖദ ബിഖിതാമിഹ, അതിന്റെ മൂക്ക് കയർ അവൻ പിടിച്ചു. ഖിതാം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന് മറ്റും ഇടുന്ന മൂക്ക് കയർ, അത് പിടിച്ചു. ഫഖാല മിൻ ഷിദ്ദത്തിൽ ഫറഹ്, അങ്ങനെ അവന് വലിയ സന്തോഷമായി. ആ സന്തോഷത്തിൽ അവൻ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. അഖ്തഅ മിൻ ഷിദ്ദത്തിൽ ഫറഹ്, അവന്റെ സന്തോഷത്തിന്റെ ആധിക്യം കാരണത്താൽ അവൻ പറഞ്ഞ വാക്ക് എന്തായി പോയി, തെറ്റിപ്പോയി. അല്ലാഹുമ്മ അൻത റബ്ബി അന അബ്ദുക് എന്നാ ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞ വാക്ക് ആ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ അവന് തെറ്റിപ്പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ഒരു ഹദീസ് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ ഉപകാരപ്പെടുന്ന ഒരു ഹദീസാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീനിൽ സിർറു തൗബ, അല്ലെങ്കിൽ തൗബയുടെ ബാബിൽ തൗബയുടെ രഹസ്യം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണെന്ന് ഇതിനെ പറ്റി പറഞ്ഞത് കാണാം. അദ്ദേഹം അത് പറയാനുള്ള കാരണം, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരുപാട് കാര്യം വിശദീകരിച്ചിട്ടാണ് സിർറ് എന്ന് പറഞ്ഞത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുമ്പോൾ ഇത്രയധികം സന്തോഷിക്കുന്നു എന്നുള്ളത്, ചില അടിമകൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഈമാനുള്ള ആളുകൾ. അവർക്ക് ചില ആളുകൾക്ക് അല്ലാഹു തആല ചിലപ്പോഴെല്ലാം പാപം ചെയ്യാനുള്ള അവസരം എളുപ്പമാക്കി കൊടുക്കും. അവന്റെ മേലെ അല്ലാഹു തആല പാപം വിധിക്കും. അവന് തന്നെ മനസ്സിലാവില്ല ഞാൻ എന്തിനാണ് ഈ പാപം ചെയ്യുന്നത് എന്ന നിലക്ക്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്, അള്ളാഹിനെ അനുസരിക്കുന്ന ആളുകൾക്ക് വരുന്നൊരു അപകടം പിടിച്ചൊരു കാര്യമാണ് ഉജ്ബ് എന്നുള്ളത്, സ്വന്തത്തിൽ അത്ഭുതം കൂറുക എന്നുള്ളത്. അള്ളാഹുൽ വിശ്വസിച്ച് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, രാത്രി നിസ്കരിക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന, സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകൾക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഉജ്ബ് എന്ന് പറയും. ഉജ്ബ് എന്ന് പറഞ്ഞാൽ പാപത്തിനേക്കാൾ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ലൗലം തകൂനു തുദ്നിബൂൻ ലഖിഫ്തു അലൈക്കും അക്ബറു മിൻ ദാലിക്, അല്ലെങ്കിൽ അശദ്ദു മിൻ ദാലിക്, അക്ബറു മിൻ ദാലിക് അല്ലെങ്കിൽ അഅ്ളമു മിൻ ദാലിക് എന്നുള്ള അർത്ഥത്തിൽ. അതായത് നിങ്ങൾ പാപം ചെയ്യുന്നില്ല എങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉജ്ബ്, ഉജ്ബാണത്, ഞാൻ നല്ല ആളാണ്, ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ്, ഞാനൊക്കെ തികഞ്ഞ ആളാണെന്ന് തോന്നുക. അപ്പൊ അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് അവർക്ക് ആ തോന്നൽ മാറാൻ വേണ്ടി ചിലപ്പോൾ ഒരു പാപം കാരണമാവും.
അവനൊരു പാപം ചെയ്യുമ്പോൾ അവൻ വീണ്ടും എന്താകും? അവന് ഒന്നുമല്ല എന്നുള്ള ബോധത്തിൽ അള്ളാഹുലേക്ക് വീണ്ടും പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള കാരണമാകും. അങ്ങനെയുള്ള തൗബയുടെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. തൗബയിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു രഹസ്യമാണ് ഇത് എന്ന് ഒരുപാട് തൗബയുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ തൗബയിൽ സന്തോഷിക്കുന്നതിന്റെ ആധിക്യമാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, അള്ളാഹു തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് ഉപജീവനം നൽകുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിന് നമ്മിലേക്ക് ഒരു ആവശ്യമില്ല, നമ്മെ കൊണ്ട് അള്ളാഹുവിന് ഒരു ആവശ്യമില്ല. നമ്മൾ എത്ര അനുസരിച്ചാലും അള്ളാഹുവിന്റെ മഹത്വത്തിലോ ആധിപത്യത്തിലോ ഒന്നും കൂടാനില്ല. നമ്മൾ എത്ര ധിക്കരിച്ചാലും അള്ളാഹുവിന് അതൊരു ദോഷവും വരുത്താനില്ല. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം ചെയ്ത, തെമ്മാടിത്തരങ്ങളിൽ മുഴുകിയ, ഹറാമുകൾ ചെയ്ത ഏറ്റവും വലിയ തിന്മകൾ ആലോചിച്ചോളി. അതെല്ലാം ചെയ്തൊരടിമ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. സൽഫുകൾപ്പെട്ട ഒരു വ്യക്തിയോട് ഒരിക്കൽ മറ്റൊരാൾ ചോദിക്കേണ്ടായി, ഒരു അസർ വായിച്ച ഓർമ്മയുണ്ട്. അദ്ദേഹം ചോദിക്കേണ്ടായി, അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുള്ള അമൽ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അത് എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോൾ അള്ളാഹു ഏറ്റവും സന്തോഷിക്കുന്നത് തൗബ ചെയ്യുമ്പോഴാണ്, അടിമ തൗബ ചെയ്യുമ്പോഴാണ്. തൗബക്ക് എന്താണ്? പാപം അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നിൽക്കില്ലല്ലോ ഒരാൾ. എന്നിട്ട് തൗബ ചെയ്തിട്ട് അത് നടക്കില്ല എന്ന നിലക്ക് പറയുന്നുണ്ട്. അപ്പൊ ഈ ഹദീസിനെ നമ്മൾ ശരിക്ക് ചിന്തിക്കണം. കാരണം അള്ളാഹുവിന്റെ നാമങ്ങളിൽ അറിയപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നാമങ്ങളിൽ ചിലതാണ് ഗഫാർ, ഗഫൂർ, ഗാഫിർ, അത്തവ്വാബ്, അൽ അഫ്വ് എന്നീ നാമങ്ങൾ. ഈ നാമങ്ങളുടെ ആശയത്തെ എല്ലാം അറിയിക്കുന്ന, അല്ലെങ്കിൽ അതിനെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഹദീസാണിത്. അതായത് അള്ളാഹു തആല പാപങ്ങൾ പുറത്തു നൽകുന്നവനാണ്. ഗഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം മറച്ചു വെക്കുക എന്നുള്ള അർത്ഥം, പാപം മറച്ചു വെക്കുന്നവനാണ്. തവ്വാബ് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഒരാൾ പശ്ചാത്തപിച്ചാൽ ആ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അഫ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങൾ പൂർണ്ണമായി ഒരു അടയാളവുമില്ലാതെ മായ്ച്ച് ഒഴിവാക്കി കൊടുക്കുന്നവനാണ്. ഏതുപോലെ? ഒരു മരുഭൂമിയിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അവൾ കാലടിപ്പാടുകൾ ഉണ്ടാകും. പിന്നീട് ഒരു മണൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പാടുമില്ലാത്ത രീതിയിൽ ആ പ്രതലം നേരെ ആയതുപോലെ ഒരാൾ പാപങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ അഫ്വ് ലഭിച്ചു കഴിഞ്ഞാൽ അതുപോലെ അവന്റെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കൊടുക്കും. ഇതെല്ലാം ആ പാപവുമായി ബന്ധപ്പെട്ട് പുറത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഒരു അടിമ മടങ്ങി വരുന്ന സമയത്ത് അതിയായി സന്തോഷിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് പറഞ്ഞത് അല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി. തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർറുജൂ ആണ്, മടക്കം എന്നാണ് അർത്ഥം. ഇനി ഒരു അടിമയുടെ തൗബ അത് സഹീഹാവണമെങ്കിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട നിബന്ധനകൾ 3 എണ്ണമാണ്. ചില പണ്ഡിതന്മാർ 5, 7 എന്ന നിലക്കൊക്കെ പറഞ്ഞു കാണാം. എന്നാലും 3 എണ്ണം പ്രധാനമായി അടിസ്ഥാനപരമായിട്ട് തൗബക്ക് ഉണ്ടാവണം. ഒന്നാമത്തേത് അൽ ഇഖ്ലാഉ, രണ്ടാമത്തേത് അന്നദ്മു, മൂന്നാമത്തേത് അൽ അസ്മു. ഇഖ്ലാ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കലാണ്. പാപം ചെയ്തുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? തൗബ ചെയ്യാൻ സാധിക്കില്ല. ഒരു പാപം ചെയ്തുകൊണ്ടിരിക്കെ അവൻ എന്ത് ചെയ്യാൻ സാധിക്കില്ല? യഥാർത്ഥത്തിലുള്ള തൗബ ചെയ്യാൻ സാധിക്കില്ല. ആ പാപം അവസാനിപ്പിക്കണം. രണ്ടാമത്തെ നദ്മാണ്, അഥവാ ഖേദമുണ്ടായിരിക്കണം. തൗബ എന്ന് പറഞ്ഞതാൽ തന്നെ ഖേദമാണ്, നദ്മാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. ഖേദമുണ്ടായിരിക്കണം, എനിക്ക് സംഭവിച്ചു പോയല്ലോ, പറ്റിപ്പോയല്ലോ എന്ന സത്യസന്ധമായ ഖേദമുണ്ടായിരിക്കണം. മൂന്നാമത്തേത് അസ്മ്, ദൃഢമായ ഒരു നിശ്ചയം. അതെന്താണ്? ഇനി ഞാൻ ആ പാപത്തിലേക്ക് മടങ്ങില്ല, ഇനി അത് ആവർത്തിക്കില്ല ഭാവിയിൽ എന്ന് ദൃഢമായി നിശ്ചയിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ തൗബ പരിപൂർണമാവുക. അതിലൊന്ന് മാളിയാണ്, ഒന്ന് ഹാലാണ്, ഒന്ന് മുസ്തഖ്ബലാണ്. മാളി എന്താണ്? മാളി ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദ്മാണ്, ഖേദം, ചെയ്തു പോയതിൽ ഖേദം. ഹാല് പറഞ്ഞാൽ, മാളി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ഹാല് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഖ്ലാ ആണ്, പാപം അവസാനിപ്പിക്കലാണ്. ഫ്യൂച്ചർ ടെൻസിൽ ഇസ്തിഖ്ബാലിൽ വരുന്ന കാര്യം എന്താണ്? അസ്മാണ്, ഇനി ഞാനത് ആവർത്തിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഒരാളുടെ തൗബ സഹീഹാവുകയുള്ളൂ. ആ തൗബ, അങ്ങനെ ഒരു തൗബ ഒരടിമ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ സന്തോഷിക്കുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനൊരു ഉപമ പറഞ്ഞത് കാണാം. അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉപമയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയിച്ചിട്ടുള്ളത്. കാരണം മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആയത്തുകളാവട്ടെ, ഹദീസുകളാവട്ടെ, ദീനിയായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇപ്പൊ ഖുർആനിനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. ഏത് നിലക്ക്? പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഖുർആൻ നിനക്ക് വേണ്ടി ഇറങ്ങിയതാണ് എന്ന നിലക്ക് വേണം നീ പാരായണം ചെയ്യാൻ. ഖുർആനിലെ ഒരു ആയത്തിൽ ഒരു അമ്ർ കണ്ടാൽ,
ഒരു നഹി കണ്ടാൽ, ഒരു കൽപ്പന കണ്ടാൽ, ഒരു വിരോധനം കണ്ടാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഖിതാബ്, ഒരു അഭിസംബോധന കണ്ടാൽ നീ ചിന്തിക്കേണ്ടത് നിന്നോടുള്ളതാണ് എന്ന നിലക്കാണ്. നിനക്ക് വേണ്ടി ഇറക്കിയ, നിന്റെ റബ്ബ് ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ, നിന്നോടാണ് റബ്ബിന്റെ സംസാരം എന്ന നിലക്ക് പാരായണം ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുക. അതുപോലെ തന്നെ ഓരോ ഹദീസുകളാവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കണം. അപ്പൊ ഈ ഒരു സന്ദർഭം നമ്മൾ ആലോചിക്കണം. ഈ ഉപമയിൽ പറഞ്ഞൊരു വ്യക്തി നമ്മളാണെന്ന് ആലോചിക്കണം. അഥവാ വിജനമായിട്ടുള്ള ഒരു പ്രദേശത്തിലൂടെ യാത്രാമൃഗത്തിൽ, ആ യാത്രാമൃഗത്തിന്റെ മേലെ ഭക്ഷണവും വെള്ളവും വസ്ത്രവും സൗകര്യങ്ങളൊക്കെ ഏറ്റിക്കൊണ്ട് പോവാണ്. പെട്ടെന്ന് ആ യാത്രാമൃഗം കാണാതായി. ഒരു മരുഭൂമി പോലെ ഒരു പ്രദേശം, അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരു പ്രദേശം. നമ്മളെന്തായി, അതിൽ ആശയറ്റു, ആശ മുറിഞ്ഞുപോയി, ഇനി ഒരു പ്രതീക്ഷയില്ല, പ്രതീക്ഷ അറ്റുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ മരത്തിന്റെ ചോട്ടിൽ ഇനി മരണമാണ് മുന്നിൽ എന്നുള്ള അവസ്ഥയിൽ, എല്ലാ ജീവിതത്തിൽ ഒന്നുമില്ല ഇനി മുന്നിൽ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അതെല്ലാം തിരിച്ചു കിട്ടുന്ന രീതിയിൽ വാഹനമൃഗം മുന്നിൽ വന്നാൽ എത്ര സന്തോഷിക്കും? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സന്തോഷം എത്ര ഉണ്ടാവും? ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭത്തിലൊക്കെ ഇനി എന്ത് എന്നുള്ള സന്ദർഭത്തിൽ, അവസരത്തിലെത്തി പെട്ടെന്ന് അതിനൊരു തുറവ് ലഭിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകും? അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ മനസ്സിലാക്കാനാണ് ഉപമ പറഞ്ഞത്, ആ മനുഷ്യരെ മനസ്സിലാക്കാൻ. അപ്പൊ ആ സന്തോഷം എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ സന്തോഷിക്കുന്നവനാണ് ഒരടിമ തൗബ ചെയ്ത് മടങ്ങിയാൽ. അള്ളാഹുവിന് എന്താ ആവശ്യമുള്ളത്? നമ്മളെ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഭൂമിയിൽ, അതല്ലാതെ മലക്കുകൾ, അതുപോലെ ജന്തു ജീവജാലങ്ങൾ, അവരെല്ലാം അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. അതിൽ നമ്മൾ ഒരു മനുഷ്യൻ, നാം ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പാപത്തിൽ തുടരാൻ സാധിക്കുക? എങ്ങനെയാണ് പാപത്തിൽ നിന്ന് തൗബ ചെയ്യാതിരിക്കാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയധികം പാപം പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അങ്ങനെയുള്ള വിശേഷണങ്ങൾ പരിപൂർണതയിലുള്ളവനാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസാണത്. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഈ ഹദീസിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫായിദ, അബദ്ധത്തിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുടെ മേലെ അവൻ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഹദീസിന്റെ അവസാനത്തിൽ അയാൾ പറഞ്ഞ വാക്ക് എന്താണ്? കുഫറാണ്. ഒരാൾ അള്ളാഹുവിനെ പറ്റിയിട്ട് നീ എന്റെ അടിമ, ഞാൻ നിന്റെ റബ്ബാണെന്ന് അള്ളാഹുവിനോട് പറയാന്ന് പറഞ്ഞാൽ എന്താണ്? കുഫറാണ്. വാക്ക് കുഫറിന്റെ വാക്കാണ്. പക്ഷേ അതെന്തല്ല, അവന്റെ മേലെ കുറ്റമല്ല. കാരണം എന്താ? അവന് അബദ്ധത്തിൽ ആ സന്തോഷത്തിന്റെ വൈകാരികതയുടെ ആധിക്യത്തിൽ പറഞ്ഞു പോയൊരു വാക്കായതുകൊണ്ടും അബദ്ധമായതുകൊണ്ടും, അബദ്ധത്തിൽ അവൻ എന്തല്ല, കൽബ് കൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ മേലെ അടിമകൾ പിടിക്കപ്പെടില്ല. അത് വേറെ ആയത്തുകളിൽ വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഹദീസുകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആയത്തുകൾ ചിലത് പറയാം. സൂറത്തുൽ അഹ്സാബിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅതും ബിഹി വലാകിൻ മാ തഅമ്മദത് ഖുലൂബുക്കും. നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതിന്റെ മേലെ നിങ്ങൾക്ക് മേലെ കുഴപ്പമില്ല, എന്നാൽ നിങ്ങൾ കൽബോടുകൂടി ഉദ്ദേശിച്ച് ചെയ്യുന്നതിന്റെ മേലാണ് കുറ്റം. പിന്നെ സൂറത്തുൽ ബഖറയിൽ ആമന റസൂലിൽ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, മറവി കൊണ്ടോ അബദ്ധം കൊണ്ടോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ പിടികൂടരുതേ എന്നുള്ള വാക്ക് സഹാബികൾ പറഞ്ഞ സമയത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖദ് ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്യുന്നവനാണ് എന്നുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള ഹദീസുകൾ, ഈ തൗബയുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയൊരു മഅരിഫത്താണ് നമുക്ക് നൽകുന്നത്. പാപങ്ങളിൽ നിന്ന് മാറാനാകട്ടെ, അള്ളാഹുവിന്റെ തൗബയുടെ വിശാലതയാവട്ടെ, അള്ളാഹു സന്തോഷിക്കുന്നവനാണ് എന്നുള്ള വിശേഷണമാവട്ടെ, ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതാണ്. അടുത്ത ഹദീസ് തൗബയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. عن أبي موسى الأشعري رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن الله يبسط يده بالليل ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس من مغربها. رواه مسلم. إن الله يبسط يده بالليل, الله تعالى രാത്രിയിൽ അവന്റെ കൈ നീട്ടുന്നു, ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ പാപം ചെയ്തവന് പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി, തൗബ ചെയ്യാൻ വേണ്ടി. വയബ്സുതു യദഹു ബിൻ നഹാർ, പകലിൽ അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ കൈകൾ നീട്ടുന്നു. ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ പാപം ചെയ്തവന് പശ്ചാത്തപിച്ച് മടങ്ങാൻ. ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, ഏതുവരെ? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ എന്ന്
കാണാം. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നവരെ. ഈ ഹദീസിൽ ഒന്നാമത്തെ ഭാഗത്ത് അള്ളാഹുവിന്റെ കരം യദ് എന്നുള്ള സിഫത്താണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കരത്തെ നീട്ടിവെക്കുന്നു. എന്തിനു വേണ്ടി? തൗബ സ്വീകരിക്കാൻ വേണ്ടി. മുസീഉൽ നഹാർ എന്ന് പറഞ്ഞാൽ പകലിൽ പാപം ചെയ്യുന്നവൻ, മുസീഉൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പാപം ചെയ്യുന്നവൻ. അപ്പോ മനുഷ്യർക്ക് അള്ളാഹു തആല വെച്ചിട്ടുള്ള രണ്ട് സമയങ്ങളാണ് രാവും പകലും. അത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളും അതിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുണ്ട്. ഇതിൽ ഈ രണ്ട് സമയങ്ങളിലും പാപം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പാപങ്ങൾ മുഴുകുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്ത്, ഈ ഹദീസിന്റെ ആശയം പറയുകയാണെങ്കിൽ ഏത് സമയത്ത് പശ്ചാത്തപിക്കുന്നവന്റെയും തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു തആല തയ്യാറായി നിൽക്കുകയാണെന്ന് പറയുന്നത്. ഇത് നമ്മൾ ആലോചിച്ച് നോക്കുകയും, ഈ ഒരു ഹദീസുകളൊക്കെ യഥാർത്ഥത്തിൽ പാപങ്ങൾ ചെയ്യുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരുപാട് ആളുകൾ തെറ്റ് ചെയ്യുന്ന ആളുകൾ, എല്ലാവരും എന്നല്ല, കുറെ ആളുകൾ അവര് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്ര തെറ്റൊക്കെ ചെയ്തു, ഇനി ഞാൻ എന്ത് വേണ്ട, ഞാൻ നന്നായിട്ട് എന്താ കാര്യം, അള്ളാഹു തആല എനിക്ക് എങ്ങനെ പുറത്തു നൽകാനാണ്, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചാൽ മതി എന്നതിലേക്ക് തെറ്റ് ചെയ്തു മുഴുകിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ളൊരു അവസരമില്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിരാശ കാരണത്താൽ, കാരണം അള്ളാഹുവിലുള്ള നിരാശയാണ് പിശാച് മനുഷ്യനെ ശിർക്കിലേക്ക് എത്തിക്കുന്ന പ്രധാന കവാടം. നമുക്കറിയാം, നൂഹ് നബി അലൈഹിസ്സലാം നിയോഗിതനാകുമ്പോൾ ആ സമൂഹത്തിൽ എന്താണ് അവസ്ഥ? അവർ മദ്യപിക്കുന്നവരാണ്, വ്യഭിചരിക്കുന്നവരാണ്, സംഗീതത്തിൽ മുഴുകിയവരാണ്, അതുപോലെ കൊലപാതകങ്ങൾ ചെയ്യുന്നവരാണ്, ഒരുപാട് തെറ്റുണ്ട്. പക്ഷെ അവർ ശിർക്ക് ചെയ്തിട്ടില്ല. അള്ളാഹു അല്ലാത്ത ഒരാളോട് അവർ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, അള്ളാഹുവിന് മുമ്പിൽ അല്ലാതെ സുജൂദ് ചെയ്യാറില്ല, ഒന്നും ശിർക്കിന്റെ ഒരു അംശം അവരുണ്ടായിട്ടില്ല. പക്ഷെ ഈ പാപങ്ങൾ, ഷഹ്വാനിയായിട്ടുള്ള പാപങ്ങൾ അവരുണ്ടായിട്ടുണ്ട്. ആ പാപങ്ങളിൽ നിരാശയുണ്ടാക്കിയിട്ടാണ് എന്തായത്? ഇനി നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല, നിങ്ങൾക്ക് അള്ളാഹു തആല പുറത്തു നൽകില്ല എന്ന അവസ്ഥയിൽ അവരുടെ എത്തിച്ചിട്ടാണ് ഇനി നിങ്ങൾക്കുള്ള മാർഗം ഈ ഔലിയാക്കളെയോ സാലിഹ്യങ്ങളെയോ ഇടനിലക്കാരാക്കി വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. അങ്ങനെയാണ് ശിർക്ക് തുടങ്ങിയത്. അങ്ങനെയാണ് ആളുകൾ ശിർക്കിലേക്ക് എത്തിയത്. അപ്പോഴാണ് അള്ളാഹു തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെറിയ ചെറിയ പാപങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അതിൽ വലിയ നിലയിലേക്ക് എത്തുന്നതാണെങ്കിലും പാപങ്ങൾ നമ്മെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും, കുഫറിലേക്ക് എത്തിക്കും. അത് ഷഹ്വാനിയായ പാപങ്ങൾ ശുഭത്തിലേക്ക് എത്തിക്കും. അതായത് ദേഹേച്ഛപരമായിട്ടുള്ള പാപങ്ങൾ ദീനിലുള്ള സംശയങ്ങളിലേക്ക് എത്തിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അശ്ശഹ്വത്തു സാബൂനു ശുബ്ഹ, ഷഹ്വത്ത് എന്നുള്ളത് ശുഭത്തിലേക്കുള്ള സോപ്പാണ്, അഥവാ വേഗം വഴി എളുപ്പാക്കുന്ന കാര്യമാണ് എന്നുള്ള പദം ഉപയോഗിച്ച് കാണാം. ശുഭ സംശയങ്ങൾ ഉണ്ടാവും. സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾക്ക് ദീനിൽ നിൽക്കാൻ പറ്റൂല. അവന് പല സംശയങ്ങളുണ്ടാവും. സംശയം തുടങ്ങിക്കഴിഞ്ഞാൽ പലതിനെ കുറിച്ച് സംശയം ഉണ്ടാവും. അവസാനം അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന കുഫറിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ ഷിർക്കിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. രണ്ടാമതൊരു അവസ്ഥയായിരിക്കും. ഒന്നുകിൽ ദീനെ നിഷേധിച്ച് കുഫറിൽ പോകും, അതല്ലെങ്കിൽ പാപം ചെയ്തു പോയി ഇനി രക്ഷപ്പെടുത്താൻ ഇടനിലക്കാരുവാണെന്ന നിലക്ക് ഷിർക്കിലേക്ക് പോകും. എങ്ങനെയെങ്കിലും പിശാച് പിഴപ്പിച്ച് കളയും. അപ്പൊ ഈ അള്ളാഹുവിനെ ഈ ഒരു മേഖലയിൽ, അഥവാ എന്തുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്ത രീതി ശ്രദ്ധിക്കണം. തൗഹീദിനോട് ബന്ധപ്പെട്ട് ഈ തൗബയുടെ ഹദീസ് ആദ്യം തന്നെ കൊടുക്കുന്നതിനാ? കാരണം ആ ഒരു ബോധം ഉണ്ടെങ്കിലേ അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. എന്നാലേ ഒരാളുടെ ദീനിൽ അയാൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ, തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ തൗബ സ്വീകരിക്കാൻ അള്ളാഹു രാവും പകലും തയ്യാറായി നിൽക്കുകയാണ് എന്ന് ഈ ഹദീസിൽ കാണാം. ഇനി അതിനൊരു അവസാന സമയമുണ്ട്. അത് വ്യക്തികൾക്ക് വ്യക്തിഗതമായിട്ടുണ്ട്, മൊത്തത്തിൽ ദുനിയാവിനുമുണ്ട്. വ്യക്തിഗതമായിട്ടെന്ന് പറഞ്ഞാൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാലാണ്. തൗബയുടെ ഷർത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തൗബ സ്വീകരിക്കുന്ന സമയത്തിനുള്ളിൽ തൗബ ചെയ്യണമെന്ന്. മൂന്ന് നിബന്ധനകൾ പറഞ്ഞല്ലോ. അതോടൊപ്പം ചില പണ്ഡിതന്മാർ 5 or 7 എണ്ണിയിട്ടുണ്ട്. അതിലൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൗബ സ്വീകരിക്കുന്ന സമയത്തായിരിക്കണം ആ തൗബ ചെയ്യേണ്ടത് എന്ന് എണ്ണിയത് കാണാം. അതെന്താണ് തൗബ സ്വീകരിക്കുന്ന സമയം? ഒന്ന്, ഓരോ മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുന്ന ആ നിമിഷത്തിന് മുമ്പ്. റൂഹ് തൊണ്ടക്കീഴിൽ എത്തിയാൽ പിന്നെ എന്തില്ല, അവന്റെ തൗബ സ്വീകരിക്കില്ല. ഫിർഔൻ വരെ തൗബ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹക്ക് അംഗീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് സമയമാണ് ഹത്താ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ച് കിഴക്കിൽ നിന്ന് ഉയരുന്നതാണ് സാധാരണ ഗതി. പടിഞ്ഞാറിൽ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യും. എന്താണ് ഓരോ ദിവസം എങ്ങനെയാണ് നടക്കുന്നത്? സൂര്യൻ പടിഞ്ഞാറിൽ, ഹദീസിൽ കാണാം, പടിഞ്ഞാറിൽ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യും. എന്നിട്ട് അള്ളാഹുവിനോട് അനുവാദം ചോദിക്കും കിഴക്കിൽ നിന്ന് ഉയരാൻ വേണ്ടിയിട്ട്. അള്ളാഹു അനുവാദം കൊടുക്കുമ്പോൾ പിറ്റേന്ന് കിഴക്കിൽ നിന്ന് അത് വീണ്ടും ദിവസം ആരംഭിക്കുന്നു. അങ്ങനെ ലോകാവസാനത്തിന് സമയത്ത് പടിഞ്ഞാറിൽ അസ്തമിക്കുന്ന സമയത്ത് പിറ്റേന്ന് അനുവാദം ചോദിക്കുമ്പോൾ അള്ളാഹു അനുവാദം കൊടുക്കില്ല.
2-3 ദിവസം കൊടുക്കില്ല. അവസാനം മഗ്രിബിൽ നിന്ന് ഉയരാൻ പറയുമ്പോൾ പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കും. അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ എന്തില്ല, പിന്നീട് ഒരു അടിമയുടെ തൗബയും സ്വീകരിക്കയില്ല. ആ സമയത്തിന് മുമ്പ് തൗബ ചെയ്യണം. അപ്പൊ തൗബ അതുവരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യാൻ നമ്മൾ ഒരിക്കലും വൈകാൻ പാടില്ല. ഏതൊരു പാപം സംഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഏതെങ്കിലും തരത്തിൽ ഒന്നെങ്കിൽ നമുക്ക് പാപം ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമുക്ക് പാപങ്ങളെ അറിയില്ല എന്നാണ് അർത്ഥം. അതായത് മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളെക്കാൾ അറിയാതെ ചെയ്യുന്ന പാപങ്ങളായിരിക്കും കൂടുതൽ. അതിൽ തന്നെ ഓർമ്മയുള്ളതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും, മറന്നുപോയതായിരിക്കും. ഇപ്പൊ നമ്മൾ ആരെങ്കിലും പാപം ആലോചിച്ച് വെക്കാറുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ചെയ്തൊരു നന്മ നമുക്ക് ഒരേ കാലം ഓർമ്മ ഉണ്ടാവും. പാപങ്ങൾ എപ്പോഴും ഓർമ്മ വരിക? മരണം കാണുമ്പോഴാണ്. മരണം മുന്നിലെത്തുമ്പോഴാണ് പാപങ്ങളെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുക. അല്ലാത്ത സമയത്ത് പാപങ്ങൾ പെട്ടെന്ന് മറന്നു പോകും മനുഷ്യൻ. അതുകൊണ്ട് തന്നെ തൗബയിലേക്ക് നാം ഏറ്റവും ആവശ്യക്കാരായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതു സമയത്തും തൗബ ചെയ്യേണ്ടതാണ്. മഹത്തായിട്ടുള്ള ഹദീസ് അബൂദർ എന്ന് പറയുന്ന ഒരു ഹദീസിൽ ഖുദ്സിയ ഹദീസാണ്. അതിലൊരു വാക്ക് കാണാം. അല്ലാഹു തആല പറഞ്ഞത്, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. അല്ലാഹു പറയാണ്, എന്റെ അടിമകളെ, യാ ഇബാദി, നിങ്ങൾ രാവും പകലും പാപങ്ങൾ ചെയ്യുന്നവരാണ്, ഞാനാണെങ്കിലോ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ തേടുക. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാം. അപ്പോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ തന്നെ 100ഓളം തവണ ഇസ്തിഗ്ഫാറും തൗബയും അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്നുള്ള നിലക്ക് പറയാറുണ്ടായിരുന്നു എന്ന് റിവായത്തുകളിൽ കാണാം. 70 എന്ന് കാണാം, ഒരു ദിവസത്തിൽ 100 എന്നും വന്നിട്ടുണ്ട്. അടുത്ത ഹദീസ് വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് എന്നുള്ള വിശേഷണത്തെ അറിയിച്ചു തരുന്ന ഒരു ഹദീസാണ്. ഈ കിതാബിന്റെ ഒരു സ്റ്റൈല് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഭയങ്കര ഇഷ്ടമാവും കിതാബ്. കാരണം ഓരോന്നും അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഓരോ ഹദീസുകളും കൊടുത്തിട്ടുള്ളത്. കേവലം ഹദീസുകൾ ക്രോഡീകരിച്ചു എന്ന നിലക്കൊന്നല്ല. ഓരോന്നും നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് ഉറപ്പിക്കേണ്ട ഓരോ കാര്യങ്ങളെ വെച്ചിട്ടാണ് ഓരോ ഹദീസുകളും മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ലഹുമ എന്ന് പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തായിട്ടാണ് അതിനാണ് ലഹുമ എന്ന് കൊടുത്തിട്ടുള്ളത്. മുമ്പ് ബുഖാരി മുസ്ലിം പേര് പറഞ്ഞുകൊണ്ട്. عن عمر رضي الله عنه قال عمر بن الخطاب رضي الله عنه أمير المؤمنين എന്നുള്ള സ്ഥാനപ്പേര് ആദ്യമായി സ്വീകരിച്ച രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. قدم على رسول الله صلى الله عليه وسلم بسبي ഹവാസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഹവാസിൻ ഗോത്രത്തിലുള്ള കുറച്ച് തടവുകാരെ, തടവ് പുള്ളികളെ എന്താക്കി കൊണ്ട്, സബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന തടവുകാർ. ഫൈദ ഇംറഅത്തുൻ മിന സബി തസ്ആ, അപ്പോഴതാ പെട്ടെന്ന് ആ ബന്ദികളിൽ ഒരു സ്ത്രീ ഇങ്ങനെ അതിന്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്തോ തെരഞ്ഞു നോക്കുന്ന പോലെ പോകുന്നുണ്ട്. ഇദ് വജദത് സബിയൻ ഫി സബി ഫഅഖദത്ഹു ഫഅൽസഖത്ഹു ബിബത്നിഹാ ഫഅർബഅത്ഹു. ഇത് വജദത് സ്വബിയൻ, സ്വാദ് എന്നാൽ സ്വബി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിഞ്ചു കുഞ്ഞ്, പൈതൽ. അങ്ങനെ ആ പെണ്ണ് ആ ഫിസ്സബി ബന്ദികൾക്കിടയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ കണ്ടെത്തുകയാണ്. ഫഅഖദത്ഹു ഫഅൽസഖത്ഹു ബിബത്നിഹാ ഫഅർബഅത്ഹു. ആ പെണ്ണ് ആ ചെറിയ കുട്ടിയെ കണ്ട ഉടനെ തന്നെ തന്റെ വയറിനോട് ചേർത്ത്, അഥവാ ഉമ്മമാർ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ എങ്ങനെയാണോ കുട്ടിയെ വെക്കുക അതുപോലെ ചേർത്ത് വെക്കുകയും ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുകയും ചെയ്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് സഹാബികളോട് പറഞ്ഞു, അതറൗന ഹാദിഹിൽ മർഅത താരിഹതൻ വലദഹാ ഫിന്നാർ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പെണ്ണ് അതിന്റെ കുട്ടിയെ ഒരു തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചോദിച്ചു. ഖുൽനാ, അപ്പൊ സഹാബികൾ പറഞ്ഞു, ലാ വല്ലാഹി, അല്ലാഹു ആണ് ചെയ്യില്ല, കാരണം അവൾക്കതിന് സാധിക്കൂല. ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, അല്ലാഹു അർഹമു ബിഇബാദിഹി, അടിമകളോട് ഏറ്റവും കാരുണ്യം കാണിക്കുന്നവനാണ്. അർഹം എന്ന് പറഞ്ഞാൽ റഹീം എന്നുള്ളതിന്റെ ഒക്കെ ഇസ്മു തഫ്ളീലിന്റെ രൂപം, സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള രൂപം. മിൻ ഹാദിഹി ബിവലദിഹാ, ഈ കുട്ടിയോട് ഈ പെണ്ണ് എത്രത്തോളം കാരുണ്യം കാണിക്കുന്നുണ്ടോ അതിനേക്കാൾ കാരുണ്യം കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞു.
ഈ ഒരു സംഭവം നടക്കുന്നത് ഹവാസിൻ ഗോത്രം എന്ന് പറഞ്ഞാൽ മക്കം ഫത്തിന് ശേഷം, മക്കം ഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മക്കം ഫത്ത് ആക്കിയതിനു ശേഷം ത്വായിഫിലെ സഖീഫ് ഗോത്രം അതുപോലെ ചില ഗോത്രങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കീഴൊതുങ്ങാൻ തയ്യാറായില്ല. അവർ എതിർത്തു നിന്നു. അതിൽപ്പെട്ട ഗോത്രമായിരുന്നു ഹവാസിൻ എന്ന് പറയുന്നത്. അവർ മുസ്ലിമീങ്ങളുമായിട്ട് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിന്നു. അവർ വീട്ടിൽ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് യുദ്ധത്തിന് വന്നത്. ആ യുദ്ധ സമയത്ത് അവർ ആ പോണ വഴിക്ക് പാറക്കെട്ടുകൾക്ക് പിന്നിൽ ഒളിച്ചു എന്ന് ആദ്യ സമയത്ത് മുസ്ലിമീങ്ങളെ പെട്ടെന്ന് ആക്രമിക്കുകയുണ്ടായി. ആ സമയത്ത് മുസ്ലിങ്ങൾ ചിന്നിച്ചിതറി ഓടി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചുരുക്കം ചില സഹാബികൾ അവിടെ ഉറച്ചു നിന്നു. പെട്ടെന്ന് ഒരു ആക്രമണം വന്നപ്പോൾ അത് അവർക്ക് ഒഴിവുണ്ടായത് കൊണ്ടാണെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഹുനൈൻ യുദ്ധമാണ്, അതിന്റെ പേര് ഹുനൈൻ യുദ്ധമാണ്. അല്ലാഹു തആല സൂറത്ത് തൗബയിലെ 25-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വയൗമ ഹുനൈനിൻ ഇദ് അഅജബത്കും കസ്റതുകും. നിങ്ങൾ കുറെ ആളുകളുണ്ടായി. അഥവാ ഹുനൈൻ യുദ്ധത്തിനാണ് ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് മുസ്ലിമുകൾ യുദ്ധത്തിന് പോകുന്നത്. കാരണം മക്കത്തുനിന്ന് മദീനത്തുനിന്ന് വന്ന മുഹാജിറുകളും അൻസാരികളും ഉണ്ട്, മക്കത്തുനിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്, വേറെ നാടുകളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അപ്പൊ ഒരുപാട് ആളുകളുണ്ട്. എണ്ണം എത്രയോ എണ്ണം പറയുന്നുണ്ട്. അപ്പൊ അത്രയും കൂടുതൽ ആളുകൾ പോയപ്പോ നമ്മൾ ഇന്ന് എന്തായാലും തോൽക്കില്ല, ജയിക്കും എന്നുള്ള ചില ആളുകൾക്കെങ്കിലും എന്ത് വന്നു? ഉജ്ബ് വന്നു. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് നമ്മൾ എന്തായാലും ജയിക്കും, സ്വന്തത്തിൽ അത്ഭുതം കോരി. അപ്പൊ അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നി, കുറെ ആളുകളുണ്ടല്ലോ. ഫലം തുഗ്നി അൻകും ഷൈഅ, നിങ്ങൾക്ക് ഒന്നും ഉപകാരപ്പെട്ടില്ല. വളാഖത് അലൈകുമുൽ അർദു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങൾക്ക് ഭൂമി ഇടുങ്ങിയതായി തോന്നി, നിങ്ങൾ പിന്തിരിഞ്ഞോടിപ്പോയി. അഥവാ പെട്ടെന്ന് ആക്രമണം ഉണ്ടായപ്പോൾ ഓടിപ്പോയിണ്ടായി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൂടെ ഉറച്ചു നിന്ന് പോരാടുകയും അവസാനം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബന്ദികളെ കിട്ടുന്നത്. ഈ അന്നെന്താ, കുട്ടികളും സ്ത്രീകളും എല്ലാവരും ബന്ദികളുണ്ട്. അപ്പൊ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ഒരു കൂട്ടരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ തോറ്റ് നിൽക്കുന്ന തടവിലാകുന്നവർ പിന്നെ അടിമകളാണ്. അവർ പോലെ ബന്ദികളായി കിട്ടി. അതാണ് ഹവാസിന്റെ ഗോത്രത്തിലെ ആളുകൾ. അപ്പൊ ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഉമ്മയാണ് അങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഓടി നടക്കുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു ചെറിയ പിഞ്ചു പൈതലിനെ, അവരുടെ കുട്ടിയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു ഉമ്മാക്ക് കുട്ടിയോടുണ്ടാകുന്ന സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അത് മൃഗങ്ങളിൽ പോലും, മനുഷ്യരെ നമുക്കറിയാം, മൃഗങ്ങളിൽ പോലും അത് അത്രയും സ്നേഹമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു അനുഭവം പറയാം. എന്റെ ജീവിതത്തിൽ മൃഗങ്ങൾക്ക്, ഉമ്മമാർക്ക് കുട്ടികളോടുണ്ടാവുന്ന ഒരു ഇതാണ് പറയാം. എന്റെ വീടിന്റെ അടുത്ത് ഒരിക്കല് കൊറോണ സമയത്ത് കിണറിന് ചുറ്റും ഒരു നായ കിടന്നിങ്ങനെ കുരച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ കുറെ കഴിഞ്ഞ എന്താ കാര്യം നോക്കിയപ്പോ അതിന്റെ 2 കുട്ടികൾ, ചെറിയ നായ്ക്കുട്ടികൾ കിണറ്റിൽ വീണുപോയി. ഒന്ന് വെള്ളത്തിൽ വീണിട്ട് ചത്തുപോയിട്ടുണ്ട്, ഒന്ന് കിണറിന്റെ അറ്റത്തൊരു ചെറിയ ഭാഗത്ത് നിന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ കരയുന്നുണ്ട്. ഈ നായ ആ കിണറിന്റെ മുമ്പിലുള്ള വലയും മറ്റുമൊക്കെ കടിച്ചു പറിച്ച് മാറ്റുന്നുണ്ട്, അങ്ങനെ നോക്കുന്നുണ്ട്. അത് ശരിക്ക് ഞാനും വേറെ ആൾക്കാരും നമ്മളെ നോക്കിയിട്ട് കണ്ണിന്ന് വെള്ളം ചാടിക്കൊണ്ട് ഒന്ന് സഹായിക്കണം, എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നത് പോലെ അതിന്റെ മുഖത്തുണ്ടായിരുന്നു. അത്ര ഇത്. പിന്നെ നമ്മൾ കുറെ കയറൊക്കെ കെട്ടി അതിനെ പുറത്തെടുത്ത് കൊടുക്കണ്ടായി. അപ്പൊ അന്ന് ഞാൻ ഒരുപാട് ആലോചിച്ച കാര്യമായിരുന്നു, ഒരു മൃഗത്തിനാണ് അതിന്റെ കുട്ടിയോട് ഇത്ര വലിയ കാരുണ്യമുള്ളത്. ഒരു നായക്ക് അതിന്റെ, അഥവാ പിന്നെ ബാക്കിയുള്ള ചിന്തിക്കാനോ ഇതൊന്നും ശേഷിയില്ലാത്ത ഒരു തള്ളക്ക് ഒരു നായക്കുട്ടിയോടുള്ളതാണ്. അപ്പോ മനുഷ്യരെ നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചാൽ മതി, ഒരു ഉമ്മാക്ക് കുട്ടിയോടുണ്ടാവുന്ന സ്നേഹം എത്ര വലുതാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ആ കുട്ടീനെ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് വേഗം കിട്ടിയിട്ട്, കാരണം ബന്ദിയാണ്, ആ പെണ്ണ് ബന്ദിയാണ്, പക്ഷെ അതിന്റെ ഇടയിൽ ആ കുട്ടീനെ കിട്ടിയിട്ട് ഉടനെ ആ കുട്ടിക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ എന്ന നിലക്ക്, കാരണം മുലപ്പാൽ മാത്രമേ കുടിക്കുകയുള്ളൂ, അതുകൊണ്ട് വേഗം മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി തെരഞ്ഞു കിട്ടിയിട്ട് പാൽ കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് അവിടെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത ഉണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ള കാര്യമായിരുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി, അഥവാ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ ഓരോ പരലോകവും അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്താണ് ഒരു ആട് ചത്ത് കിടക്കുന്നത്, ചെവി മുറിഞ്ഞു പോയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതിന് ആർക്കെങ്കിലും വേണോ? 1 ദിനാറിന് 2 ദിനാറിനൊക്കെ വേണോ? അപ്പൊ സാഹിബ് പറഞ്ഞു, വെറുതെ എന്നാലും ആരും വാങ്ങൂല, അപ്പൊ ഇത്രയുള്ള അള്ളാഹിന്റെ അടുക്കൽ ദുനിയാവ് എന്ന് പറഞ്ഞിട്ട്. കാരണം അത് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ഭാരമാണ്, അതിനെ തിന്നാൻ പറ്റൂല, അവിടെ എന്തെങ്കിലും കൊണ്ട് കുഴിച്ചിടണം, കുറെ പണിയാണ്. അപ്പൊ അതുപോലെയാണ് ദുനിയാവ്. അങ്ങനെ പല ഉപമകളും പറഞ്ഞുകൊണ്ട് ബന്ധിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ച വാക്ക് ശരിക്കും ആലോചിക്കണം. അതറൗന ഹാദിഹിൽ മർഅത താരിഹതൻ വലദഹാ ഫിന്നാർ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു പെണ്ണ് ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹാബികൾ ഒന്നടക്കം പറഞ്ഞു, ഒരിക്കലുമില്ല, അള്ളാഹു ആണ് ആ പെണ്ണിന് കഴിയില്ല, ഒരു ഉമ്മാക്ക് അതിന് കഴിയില്ല.
ആ ഉമ്മ വേണമെങ്കിൽ അങ്ങോട്ട് പോയാലും ആ കുട്ടീനെ എടുത്തെറിയാൻ ആ ഉമ്മാക്ക് സാധിക്കൂല എന്ന് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഈ ഉമ്മാക്ക് കുട്ടിയോടുള്ളതിനേക്കാൾ കാരുണ്യമുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. ഇങ്ങനെ കാരുണ്യമുള്ള ഒരു റബ്ബ് നമുക്കുണ്ട് എന്നത് തന്നെ നമുക്ക് ഏതൊരു സന്ദർഭത്തിലും ജീവിക്കാൻ മുന്നോട്ട് പ്രേരണയേകുന്ന, അല്ലെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ലാത്ത, അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കാവുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഏറ്റവും സഹായകമാകുന്ന കാര്യമാണ് എന്ത്? ഈ ഒരു കാര്യം. അള്ളാഹുവിന്റെ റബ്ബ് അത്രത്തോളം എന്നോട് കാരുണ്യം കാണിക്കുന്നവനാണെന്നൊന്ന് ചിന്തിച്ചു നോക്കി, ആലോചിച്ച് നോക്കി. ഒരു ഉമ്മാക്ക് കുട്ടിയോടുള്ള സ്നേഹം, അതിനേക്കാൾ അള്ളാഹു നമ്മോട് കാരുണ്യം കാണിക്കുന്നു. അപ്പൊ നമുക്ക് എത്രയാണത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണമാണ് റഹ്മത്ത് എന്നുള്ളത്. അടുത്ത ഹദീസുകളും റഹ്മത്തുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതിന് മുമ്പേ റഹ്മത്തുമായി ചില കാര്യങ്ങൾ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹ് എന്ന പേരിന് ശേഷം ഏറ്റവും അധികം ഒരു പക്ഷെ നാം പറയുന്ന നാമങ്ങളാണ് എന്ത്? അർ-റഹ്മാൻ, അർ-റഹീം എന്നുള്ളത്. ഈ രണ്ട് നാമങ്ങളും അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ള സിഫത്തിനെ അറിയിക്കുന്നതാണ്. റഹ്മാനും റഹീമും റഹ്മത്ത് എന്നുള്ള സിഫത്തിനെ അറിയിക്കുന്നതാണ്. എന്താണ് റഹ്മാനും റഹീമും എന്നുള്ള പേരുകൾ തമ്മിലുള്ള വ്യത്യാസം? റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ കാരുണ്യമുള്ളവൻ, ഉൾക്കൊള്ളുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം. അറബി ഭാഷയിൽ ഫഅലാൻ എന്നുള്ള വചനം പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഇനി കാരുണ്യമില്ല ഒരാൾക്കും. അത്രയും വിശാലമായ കാരുണ്യമുള്ളവൻ എന്നുള്ളതാണ് റഹ്മാൻ എന്നുള്ള പേരിന്റെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം പൊതുവായി റഹ്മത്ത് കാണിക്കുന്ന അർത്ഥത്തിലും പറയാറുണ്ട്. റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യം ചൊരിയുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ ഫിഅൽ ചെയ്യുന്നവൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവൻ, റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യം ചൊരിയുന്നവനാണ് അല്ലാഹു തആല എന്നുള്ളതാണ്. അത് മറ്റൊരർത്ഥത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം പ്രത്യേകമായി കാരുണ്യം ചൊരിയുന്നവൻ എന്നും പറയാറുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിൽ പറയാറുണ്ട്. ഒന്ന് ദാത്തി ആയിട്ടുള്ള വിശേഷണം, രണ്ട് അഫ്ആലി ആയിട്ടുള്ള വിശേഷണം. ദാത്തി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അസ്തിത്വപരമായിട്ട് എപ്പോഴും അള്ളാഹുവിൽ ഉണ്ടാകുന്ന വിശേഷണങ്ങൾ. ഇപ്പൊ അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ ഐന്, കണ്ണുകൾ, അള്ളാഹുവിന്റെ കഴിവ്, അങ്ങനെയുള്ള വിശേഷണങ്ങൾ. രണ്ടാമത്തേത് അഫ്ആലി ആയിട്ടുള്ള വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ അള്ളാഹു തആല ഒരാളെ സൃഷ്ടിക്കുന്നു, അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് സൃഷ്ടിപ്പ് നടക്കുന്നത്. എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല. എന്നാ ഖൽഖ് അള്ളാഹുവിന്റെ സിഫത്താണോ? അതെ, പക്ഷെ അഫ്ആലി ആയതാണ്. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ശിക്ഷിക്കുന്നു, എപ്പോഴും ശിക്ഷിക്കുന്നവനാണോ? അല്ല. അപ്പൊ ഈ റഹ്മത്ത് എന്നുള്ള സിഫത്ത് ദാത്തിയായ സിഫത്തുമാണ്. അഥവാ റഹ്മാൻ എന്നുള്ള നാമത്തിന്റെ ആശയം ദാത്തിയായ സിഫത്താണ്. റഹീം എന്നുള്ള നാമത്തിന്റെ ആശയം അഫ്ആലിയായ സിഫത്താണ്. റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ അസ്തിത്വപരമായിട്ട് എപ്പോഴും അള്ളാഹു കാരുണ്യമുള്ളവനാണ്. കാരുണ്യമില്ലാത്തൊരു സമയം ആർക്കില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. എന്നാൽ റഹീം എന്ന് പറഞ്ഞാൽ അഫ്ആലി ആയിട്ടുള്ളതാണ്. അള്ളാഹു ചില ആളുകൾക്ക് കാരുണ്യം ചൊരിയും. അതെപ്പോഴാണ്? അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ്. അതാണ് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസവും റഹ്മത്ത് എന്നുള്ള വിശേഷണത്തിന്റെ പ്രത്യേകതയും. ഇത് ശരിക്കും മനസ്സിലാക്കണം. കാരണം നമുക്ക് പറഞ്ഞല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോൾ ഒരാൾ നിരാശപ്പെട്ടു തുടങ്ങുന്നുവോ അപ്പോൾ പിശാചിന്റെ കെണിയിലാവുകവൻ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ യഥാർത്ഥ രൂപത്തിൽ പ്രതീക്ഷ എപ്പോൾ വെക്കുന്നുവോ, അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പ്രതീക്ഷ എപ്പോൾ വെക്കുന്നുവോ, അവൻ തൗഹീദിന്റെ പാതയിൽ പിശാചിന് ഏറ്റവും അകന്നു നിൽക്കുന്ന അവസ്ഥയിലും ആയിരിക്കും. അപ്പൊ റഹ്മാൻ എന്നുള്ള നാമത്തെ അറിയിക്കണം. ചില പണ്ഡിതന്മാർ കിതാബു തൗഹീദിന്റെ ഷറഹിൽ ഒരു ബാബുണ്ട്, റഹ്മാൻ എന്നുള്ള അള്ളാഹുവിന്റെ നാമങ്ങളെ നിഷേധിക്കാൻ പറഞ്ഞിട്ട് റഹ്മാൻ എന്നുള്ള നാമത്തെ നിഷേധിച്ചിരുന്നു. കാരണം ഹുദൈബിയ സന്ധിയിൽ എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്ന സമയത്ത് അന്ന് മുശ്രിക്കായ സുഹൈൽ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? റഹ്മാൻ നമുക്കറിയില്ല, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് റഹ്മാൻ എന്നുള്ള സിഫത്ത് അവർ നിഷേധിച്ചതാണ്. അത് പണ്ടേമ്മ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ നിഷേധിച്ച സിഫത്ത്, ഒരേ ഒരു സിഫത്ത് റഹ്മാൻ എന്ന്, റഹ്മത്ത് എന്നുള്ളതാണ്. ഈ നാമം മാത്രമേ അവർ നിഷേധിച്ചിട്ടുള്ളൂ, വേറൊരു നാമം അവർ നിഷേധിക്കേണ്ടായിട്ടില്ല എന്ന്. അപ്പോ അള്ളാഹു ഖാലിഖാണെന്ന് അവർ പറയും, റാസിഖാണെന്നവർ പറയും, അള്ളാഹു സമീഉം ബസീറുമാണ്, ഒക്കെ അവർ അംഗീകരിക്കും. പക്ഷെ റഹ്മാൻ എന്നുള്ളതിനെ അവർ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അതിനെ കുറിച്ച് അറിയൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഇതാണ് റഹ്മത്ത് എന്നുള്ള നാമത്തിന്റെ റഹ്മത്ത് എന്നുള്ള സിഫത്തുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ ഹദീസിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം.
അത്രയും കാരുണ്യം കാണിക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ടായിട്ട് ആ റബ്ബിനെ നിഷേധിച്ച് എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ ആ റബ്ബിനെ ആരാധിക്കാതെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുക? റബ്ബിന്റെ കൽപ്പനകൾ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്താതിരിക്കുക? ആ റബ്ബിന്റെ ഇഷ്ടം എങ്ങനെയാണ് നേടാതിരിക്കുക? അത്രയും നമ്മുടെ കാരുണ്യം കാണിക്കുന്ന ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന് ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ മുഴുകരുത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാനും പാടില്ല. അടുത്ത ഹദീസ് റഹ്മത്തുമായി ബന്ധപ്പെട്ട തന്നെയാണ്. അടുത്ത 1-2 ഹദീസുകൾ വരുന്നത്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم لما خلق الله الخلق كتب في كتاب فهو عنده فوق العرش إن رحمتي غلبت غضبي لما خلق الله الخلق الله سبحانه وتعالى സൃഷ്ടിപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ, സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോൾ, ഖലഖ സൃഷ്ടിക്കുക, ഖൽഖ സൃഷ്ടികളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കതബ ഫീ കിതാബിൻ ഫഹുവ ഇൻദഹു അല്ലാഹുവിന്റെ അടുക്കലുള്ള ഒരു കിതാബിൽ, ചില പണ്ഡിതന്മാർ ലൗഹുൽ മഹ്ഫൂസ് എന്നതിനെ പറഞ്ഞത് കാണാം, അഥവാ ഈ ഒരു എഴുത്തുള്ളത്. എന്തായാലും അല്ലാഹുവിന്റെ അടുക്കലുള്ള കിതാബിൽ ഫൗഖൽ അർശ്, അർശിന് മുകളിലുള്ള ഇന്ന റഹ്മതി ഗലബത് ഗളബി, എന്റെ റഹ്മത്ത് എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. ഗലബ എന്ന് പറഞ്ഞാൽ കോൺകർ ചെയ്യുക എന്നൊക്കെ പറയല്ലോ, ഒന്നിനെ മേലെ പിന്നെ ഡൊമിനന്റ് ആവുക, ഡൊമിനന്റ് ഖഹാർന്നാണ്, കോൺകർ ചെയ്യുക, ഒന്നിനെ കീഴ്പ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ. ഒന്നിനേക്കാൾ മേലെ നിൽക്കുന്നതാണ് എന്റെ കാരുണ്യം എന്നുള്ളത്. ഈ ഹദീസിൽ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിന്റെ ഖൽഖ് എന്നുള്ള അള്ളാഹുവിന്റെ സിഫത്തിനെ പറ്റി പറയുന്നുണ്ട്. അള്ളാഹു സൃഷ്ടിപ്പ് നടത്തി എന്നുള്ളത് എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിൽ നിന്ന് ഉള്ള ഒഴികെ ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ള കാര്യം പ്രധാനമുള്ളതല്ല. 2, അർശുമായി ബന്ധപ്പെട്ടാണ്. അർശ് എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. എന്ത്? അർശ് എന്നുള്ളത്. ആദ്യം സൃഷ്ടിച്ചത് കലമിനെയാണോ അർശിനെയാണോ അതല്ല വെള്ളത്തെയാണോ എന്ന് ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. ആദ്യം പേനയാണോ അതല്ല അർശിനെയാണോ അതോ വെള്ളത്തിനെ, 3 അറിയിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അർശ് എന്നുള്ളത് ആകാശ ലോകത്ത് 7 ആകാശത്തിന് മുകളിൽ കുർസിയുണ്ട്, കുർസിന് മുകളിൽ വെള്ളമുണ്ട്, ഒരു സമുദ്രമുണ്ട്, അതിന് മുകളിലാണ് അർശുള്ളത്, അതിന് മുകളിലാണ് അല്ലാഹു തആല ഇസ്തിവാ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അർശ് എന്നുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് റബ്ബുൽ അർശ് എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളുടെയും റബ്ബാണ് അള്ളാഹു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റബ്ബുൽ അർശ്, ആ അർശിൽ കുർസി തന്നെ മരുഭൂമിയിൽ ഒരു വളയം, ചെറിയ വളയം കിടക്കുന്നത് പോലെയാണ്. ആ കുർസിനകത്ത് ആകാശഭൂമികൾ എങ്ങനെയാണ്? ഒരു മരുഭൂമിയിൽ ചെറിയ വളയം കിടക്കുന്നത് പോലെ. ചില സഹാബികൾ അതിനെ പറഞ്ഞത്, നിങ്ങൾ കയ്യിൽ ഒരു കടുകുമണി ഇട്ടാൽ എങ്ങനെ ഉണ്ടാകുമോ, അത് കുലിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകുമോ അത്രയേ ഉള്ളൂ കുർസിനകത്ത് ആകാശഭൂമികൾ എന്നുള്ളത്. അത് വളരെ അത്രയും വിശാലമാണ് അർശ് എന്നുള്ളത്. ആ അർശിന് മേലാണ് അള്ളാഹു ഇസ്തിവാ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ ഒരു കിതാബിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം, ഇന്ന റഹ്മതി ഗലബത് ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗളബ് എന്നുള്ളതും അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹു എന്താണ്? കോപിക്കുന്നവനാണ്. റഹ്മത്ത് കാരുണ്യം കാണിക്കുന്നവനാണെന്ന് പറഞ്ഞതുപോലെ തന്നെ കോപിക്കുന്നവനാണ്. പക്ഷേ റഹ്മത്ത് നമ്മൾ പറഞ്ഞു ദാത്തിയായ സിഫത്തുമാണ്, അഫ്ആലിയായ സിഫത്തുമാണ്. എന്നാൽ ഗളബ് എന്ന് പറഞ്ഞാൽ അഫ്ആലിയായ സിഫത്ത് മാത്രമാണ്. അള്ളാഹു എപ്പോഴും കോപിക്കുന്നവനാണോ? കോപം എപ്പോഴും ഉള്ളവനാണോ? അല്ല. എന്നാൽ റഹ്മത്ത് അങ്ങനെയല്ല. അള്ളാഹുവിന്റെ അടുക്കൽ റഹ്മത്ത് എപ്പോഴും ഉണ്ട്, ദാത്തിയായ സിഫത്താണ്. റഹ്മത്ത് ദാത്തിയുമാണ് അഫ്ആലിയുമാണ്. പക്ഷെ ഗളബ് എന്നുള്ളത് അഫ്ആലി മാത്രമാണ്. അത് റഹ്മത്തിനും കാരണങ്ങളുണ്ട്. ചില ആളുകളെ ചില കാരണങ്ങൾ കൊണ്ട് അള്ളാഹു റഹ്മത്ത് ചൊരിയും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ പോലെ, ഖുർആൻ ഒരാൾ കേൾക്കുകയാണ്, ഖുർആൻ ഓതുന്നത് കേട്ടാൽ ശ്രദ്ധിച്ചിരുന്നാൽ അവന് കാരുണ്യം ചൊരിയും. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ആ കാരുണ്യം ചൊരിയപ്പെടുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹു കോപിക്കും. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് കോപം ഉണ്ടാവുക. ഗളബ് അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്തല്ല. അതുകൊണ്ടാണ് ഇന്ന റഹ്മതി ഗലബത് ഗളബി, എന്റെ കോപത്തിനെ ആര് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്? കാരുണ്യം കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ടത്. പിന്നെ കാരുണ്യത്തിന്റെ വിശാലത ചിന്തിക്കുക. ولهما عنه അടുത്ത ഹദീസ്, ولهما عنه أن رسول الله صلى الله عليه وسلم قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന സഹീഹ് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസാണ്. ജഅല അല്ലാഹു റഹ്മത 100 ജുസ്ഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തെ 100 ജുസ്അകളാക്കി, 100 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്.
فأمسك عنده 99 جزءا അതിൽ 99 ഭാഗങ്ങളെ അള്ളാഹുവിന്റെ അടുക്കൽ പിന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അംസക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നൊക്കെ അർത്ഥം. വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത് ഒറ്റ ജുസ് ആണ്, ഒറ്റ ഭാഗമാണ് ഭൂമിയിൽ ഇറക്കിയിട്ടുള്ളത്. ഫമിൻ ദാലികൽ ജുസ് ആ ഒരു ജുസ്ഇൽ നിന്നാണ് تتراحم الخلائق حتى ترفع الدابة حافرها عن ولدها خشية أن تصيبه فمن ذلك അതിൽ നിന്നാണ് ആ ഒരു കാരണത്തിൽ കൊണ്ടാണ് كذلك الجزء تتراحم الخلائق സൃഷ്ടികളെല്ലാം പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. حتى ترفع الدابة ഏതുവരെ ഒരു മൃഗം, ദാബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജീവി, ഒരു മൃഗം അത് ഉയർത്തുന്നു, ഹാഫിറഹ ഹാഫിർ എന്ന് പറഞ്ഞാൽ കുളമ്പ്, അതിന്റെ കാലിന്റെ ആ ഭാഗം, ആ കാൽ ഉയർത്തുന്നു, അൻവാലദിഹ അതിന്റെ കുട്ടിയുടെ മേലിൽ നിന്ന്, കുട്ടിയെ തൊട്ട്, ഖശിയത്ത് അൻ തുസീബഹു ആ ഉയർത്താനുള്ള കാരണം എന്താണ്? അതിന് പേടിയാണ്, ഞാൻ ചവിട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ നിലക്ക് അതിന് ഉപദ്രവം ബാധിക്കാതെ ശ്രദ്ധിക്കുന്നവരെ അതിന്റെ ഭാഗമാണ് എന്ന് പറയാം. ഇതും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ചില ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അബദ്ധം, ചില ആളുകൾ കാരുണ്യം 100 ഇനമാണ്, അള്ളാഹുവിന്റെ കാരുണ്യം 100 ഇനമാണ് എന്ന നിലക്ക് മനസ്സിലാക്കിയത് കാണാം. എന്നാൽ അതല്ല അതിന്റെ ഉദ്ദേശം. ഇവിടെ ജഅല എന്നുള്ള വാക്കിന്റെ അർത്ഥം സയ്യറ എന്നുള്ളതാണ്, ആക്കി മാറ്റി എന്നുള്ള അർത്ഥമാണ്. ഒന്നുകൂടി വിശദമായി ചില റിവായത്തുകളിൽ ഖലഖല്ലാഹു എന്ന് കാണാം, അള്ളാഹു സൃഷ്ടിച്ചു എന്ന് കാണാം. അള്ളാഹുവിന്റെ കാരുണ്യ ദാത്തിയായതാണ്, അത് 100 ജുസ് ആയിട്ട് എന്താവില്ല, മാറില്ല, അതൊന്നാണ്. എന്നാൽ അള്ളാഹു തആല ഈ സൃഷ്ടികൾക്കിടയിൽ അഥവാ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യരാവട്ടെ ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങളിലാവട്ടെ അവരുടെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള, അവരിൽ ഒരുക്കിയിട്ടുള്ള കാരുണ്യം 100 കാരുണ്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് അള്ളാഹുവിന്റെ കാരുണ്യം അല്ല 100 എന്നുള്ളത്, അള്ളാഹു സൃഷ്ടിച്ച കാരുണ്യമാണ് എന്ത് 100 എണ്ണം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനാണ് സൃഷ്ടിച്ചത്? അള്ളാഹുവിന്റെ അടിമകൾക്കിടയിൽ, സൃഷ്ടികൾക്കിടയിൽ നൽകാനുള്ള കാരുണ്യമായിക്കൊണ്ട് 100 എണ്ണത്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ചിലപ്പോൾ എന്താ വെച്ചാൽ കാരുണ്യം സൃഷ്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അള്ളാഹു തആല മരണം സൃഷ്ടിയാണ്, ജീവിതം സൃഷ്ടിയാണ്, സമയം സൃഷ്ടിയാണ്, അങ്ങനെ ഓരോന്നും സൃഷ്ടികളാണ്, ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്, മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് വേണ്ടി സൃഷ്ടിച്ച കാര്യങ്ങളാണ്. അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചൊരുക്കിയിട്ടുള്ളതാണ് എന്ത് കാരുണ്യം. അത് 100 എണ്ണമുണ്ട്. അതിൽ ഒന്ന് മാത്രമേ എന്താക്കിയിട്ടുള്ളൂ, അള്ളാഹു തആല ഭൂമിയിൽ നൽകി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഭൂമിയിലുള്ള ആകാശലോകം സൃഷ്ടിപ്പിന് മുതൽ അഥവാ മനുഷ്യരുടെ ജീവിതം മുതൽ ഇന്ന് വരെ എല്ലാ ജന്തു ജീവജാലങ്ങൾക്കിടയിലും കാരുണ്യം കാണിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല, ഇനി മൃഗങ്ങൾ വരെ അതിന്റെ കുട്ടിക്ക് എന്തെങ്കിലും ഉപദ്രവം പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് ആ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ബാക്കി 99 എണ്ണം വേറെ റിവായത്തിൽ വന്നതുപോലെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി അള്ളാഹു മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ കാരുണ്യമല്ല 100 ആയിട്ടുള്ളത്, അള്ളാഹു വേറെ ഒരുക്കിയിട്ടുള്ള, സൃഷ്ടിച്ചിട്ടുള്ള കാരുണ്യം, സൃഷ്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് 100 എണ്ണമായിട്ടാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ തുടർന്ന് വന്ന് തന്നെ ഈ ഹദീസിന്റെ അതേ റിവായത്തിൽ, മുസ്ലിമിന്റെ റിവായത്തിൽ ഇങ്ങനെ കാണാം, അനാഹു മിൻ ഹദീസ് സൽമാൻ വഫീഹി കുല്ലു റഹ്മത്തിൻ തിബാഖ മാ ബൈന السماء والارض وفيه فاذا كان يوم القيامه كملها بهذه الرحمه കുല്ലു റഹ്മത്തിൻ ആ 100 കാരുണ്യത്തിൽ ഓരോന്നും തിബാഖ മാ ബൈന السماء والارض ആകാശഭൂമികളെ നിറയുന്നതാണ് ഒരു കാരുണ്യം തന്നെ. അല്ല, അത്ര വിശാലമാണ് ആകാശഭൂമി എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളും 7 ഭൂമിയും നിറയുന്നതാണ് അതിലൊരു കാരുണ്യം. അങ്ങനെ 100 കാരുണ്യമുണ്ട്. എന്നിട്ട് പറയാണ് ഫൈദാ കാന യൗമുൽ ഖിയാമ അന്ത്യനാളായി കഴിഞ്ഞാൽ കമ്മലഹാ ബിഹാദിഹി റഹ്മ ഈ കാരുണ്യം 100 എണ്ണം പൂർത്തിയാകുന്നതാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ മേലെ അത് പൂർത്തിയാകുന്നതാണ് എന്ന് കാണാം. അപ്പൊ അത്രയും വിശാലമായ കാരുണ്യമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒരുക്കിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് സംഭവിക്കുന്ന പാപങ്ങളിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ കാരുണ്യം നേടാൻ കാരണമായിട്ടുള്ള കർമ്മങ്ങളിൽ മുന്നേറുകയും ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അടിമകളുടെ കർമ്മങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹിക്മത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഒരു ഫിഅലിനെ മനസ്സിലാക്കി തരുന്നതാണ്.
وعن أنس رضي الله عنه قال أنس بن مالك رضي الله عنه ذكران قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم പറഞ്ഞു إن الكافر إذا عمل حسنة أطعم بها طعمة في الدنيا ഒരു കാഫിർ ഇന്നൽ കാഫിർ ഒരു കാഫിർ ഇദാ അമില ഹസനതൻ അവനൊരു നന്മ ചെയ്യാണ് ദുനിയാവിൽ നന്മ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ആളെ സഹായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ അവൻ ചെയ്യുകയാണ് ഉത്ഇമ ബിഹാ തുഅമതൻ ഫിദ് ദുനിയ ആ കർമ്മം കാരണത്താൽ അവന് ഭക്ഷിക്കപ്പെടും അല്ലെങ്കിൽ അവന് നൽകപ്പെടും തുഅമതൻ ഫിദ് ദുനിയ ദുനിയാവിൽ എന്തെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം ആഫിയത്തായിട്ടോ അല്ലെങ്കിൽ അവൻ എന്താണോ ആഗ്രഹിച്ചത് അത് അവന് നൽകും വമ്മൽ മുഅ്മിൻ എന്നാൽ ഒരു മുഅ്മിനോ ഫഇന്ന അല്ലാഹ യദ്ഖിറു ലഹു ഹസനാതിഹി ഫിൽ ആഖിറ ഒരു മുഅ്മിൻ സൽക്കർമ്മം ചെയ്യുമ്പോൾ അവന്റെ ആ നന്മകൾ പരലോകത്തേക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കി വെക്കും വയുഅഖിബുഹു റിസ്ഖൻ ഫിദ് ദുനിയ അലാ തആതിഹി അല്ലാഹു തആല അനുസരണത്തിന് ദുനിയാവിൽ വെച്ച് തന്നെ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. അതായത് ഒരു കാഫിറായ ഒരാൾ, പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അല്ലെങ്കിൽ ചില ആളുകൾ ശുഭത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു കാര്യമാണത്. ഇപ്പൊ ചില കാഫിരീങ്ങൾ തൗഹീദ് ഉണ്ടാവില്ല, ഷിർക്കായിരിക്കും, വിശ്വാസം അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ അവരെന്തായിരിക്കും, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കും. സാധുക്കൾക്ക് ഭക്ഷണം നൽകും, മറ്റുള്ളവരെ സഹായിക്കും, അല്ലെങ്കിൽ എന്താ കഴിയുന്നത്ര, ചിലപ്പോൾ ഒരു ലോകത്ത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ചെയ്യുന്നതിനേക്കാൾ എന്ത് ഉണ്ടാവും, നന്മകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അവരുടെ നന്മയിൽ അവരെ പ്രശംസിക്കുകയല്ല, കാരണം ഏറ്റവും അധികം കടമപ്പെട്ട അള്ളാഹുവിനോട് അവർ ചെയ്യുന്നില്ല. അത് ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് സ്വന്തം മാനെ നോക്കാതെ നാട്ടിലുള്ള ബാക്കിയുള്ളവരുടെ മാനൊക്കെ നോക്കണ പോലെയാണ്. സ്വന്തം മാനെ ഒരാൾ എന്ത് ചെയ്യുന്നില്ല, ഉമ്മാനെ നോക്കുന്നില്ല, ഉമ്മാക്ക് ആവശ്യമുള്ള കാര്യം ചെയ്യുന്നില്ല, ഉമ്മാനെ തല്ലുക, ഉമ്മാനെ ഉപദ്രവിക്കുക. എന്നിട്ട് അപ്പുറത്തുള്ള അയൽവാസിന്റെ ഉമ്മാനെ വളരെയധികം സ്നേഹിക്കുക, വേറെയുള്ള നാട്ടിലുള്ള ഉമ്മാരൊക്കെ സ്നേഹിക്കുക. അങ്ങനെയുള്ള ഒരാൾ അതിന്റെ മേലെ മതി ചെയ്യപ്പെടുമോ? ഇല്ല. നമ്മൾ ആലോചിച്ചാൽ മതി. ഒരാൾ സ്വന്തം മാനെ തല്ലുക, പട്ടിണിക്കിടുക, ഉപദ്രവിക്കുക, ബാക്കിയുള്ളമാരോടൊക്കെ നല്ലത് ചെയ്യുക. ഇയാൾ ആ ബാക്കിയുള്ളമാരോട് ചെയ്യുന്നതിന്റെ പേരിൽ അയാൾ മതി ചെയ്യപ്പെടുമോ? ഇല്ല. കാരണം അയാൾ ഏറ്റവും ഹക്കായത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അയാൾ ചെയ്യേണ്ടത് അയാൾ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൽ അനുസരിക്കുക, അഥവാ അള്ളാഹുവിൽ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ വേറെ എന്ത് നന്മയുടെ മേലെ അവൻ എന്തല്ല, മദ്ഹ് ചെയ്യപ്പെടില്ല. പക്ഷെ അത് നന്മയല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ചെയ്യുന്നത് തെറ്റാണെന്നോ? നല്ലൊരു കാര്യമാണ്. അതുപോലെ ഒരു കാഫിർ ഒരു നല്ല കാര്യം ചെയ്താൽ, ദുനിയാവിൽ ഒരു നല്ല നന്മ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണ്? അവൻ എന്തെങ്കിലും അതുകൊണ്ട് നേട്ടം ഉണ്ടാവുമോ? അത് ഈ ഹദീസ് മനസ്സിലാക്കാം. ഒരു കാഫിർ നന്മ ചെയ്താലും അവൻ ആ നന്മ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതവന് കിട്ടും. ചില ആളുകൾ പേരിന് വേണ്ടി ചെയ്യും, ചില ആളുകൾ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യും, ചില ആളുകൾ ഞാൻ നല്ല ചെയ്യുന്ന ആളാന്ന് ആളുകൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ ചെയ്യും. ചില ആൾക്കാർ അറിയുന്നുണ്ടാവില്ല, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം കിട്ടുന്ന നിലക്ക് ചെയ്യും. എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു തആല അവന് നൽകും. അത് ചിലപ്പോൾ ആഫിയത്തായിരിക്കാം, പേരായിരിക്കാം, സമ്പത്തായിരിക്കാം, പ്രശസ്തി ആയിരിക്കാം. അവൻ എന്താണോ ആഗ്രഹിച്ചത് അത് അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് അവന് കൊടുക്കും. അല്ലാഹു തആല അതിന്റെ പേരിൽ എന്ത് ചെയ്യില്ല, അവന് നൽകാതിരിക്കില്ല, അത് നൽകും. എന്നാൽ മുഅ്മിനിന്റെ അവസ്ഥ എന്താണ്? മുഅ്മിൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് പരലോകത്തേക്ക് അത് ലഭിക്കും. മരണപ്പെട്ട് നിലനിൽക്കുന്ന ലോകമായ പരലോകത്തേക്ക് യദ്ദഖിറു സ്റ്റോക്ക് ചെയ്യും. അത് അവിടെ സ്റ്റോക്ക് ചെയ്തു വെക്കും, പിന്നെ എടുത്തു വെക്കും പരലോകത്തേക്ക്. മാത്രമല്ല യുഖിബുഹു അവന് ഈ ദുനിയാവിൽ തന്നെ അതിന്റെ പ്രതിഫലമായിട്ട് റിസ്ഖൻ ഫിദ് ദുനിയ റിസ്ഖ് നൽകും. അത് റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ള അർത്ഥം മാത്രമല്ല, ചിലപ്പോ നല്ല സമാധാനമുള്ള ജീവിതം, ആഫിയത്ത്, സന്തോഷം, അല്ലെങ്കിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ്, അങ്ങനെ എന്താണോ അവന് ഗുണമായിട്ടുള്ളത് അതൊക്കെ അനുസരിക്കുന്നത് കൊണ്ട് നൽകും. അപ്പൊ ഒരു കാഫിർ ആണെങ്കിലും ദുനിയാവിൽ അവർക്ക് എന്തുണ്ടാവും? ഇത് ഈ വിഷയത്തിൽ പല ആളുകളും ശുഭത്തിലായിട്ടുണ്ട്. ചില ആളുകൾ ശുഭത്തിലാവെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ചില ആളുകൾ, മുസ്ലിം പേരിലുള്ള ആളുകൾ പറഞ്ഞ പോലെ മദർ തെരേസയും ഇവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്ത് പോയിക്കോളാം, അങ്ങനെ അവരൊക്കെ സ്വർഗത്തിലാണ് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവാത്തോണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ ചില ആളുകള് വിചാരിക്കുന്നുണ്ട്, ആ ഒരു കാഫിറായ ഒരാൾ കണ്ടില്ലേ, അവന് വരെ ദുനിയാവിലെ ഏറ്റവും നല്ല സുഖമുള്ള ജീവിതമാണല്ലോ, അത് അങ്ങനെ കിട്ടുന്നത്, നമ്മൾ തൗഹീദ് ഉണ്ടായിട്ട് കിട്ടുന്നില്ലല്ലോ, അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്, ദുർബല വിശ്വാസികളുണ്ട്. അപ്പൊ അങ്ങനെ പല ശുഭത്തുകൾ ഈ വിഷയത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്റെ നിയമം അതാണ്, അല്ലാഹു തആല ദുനിയാവിൽ നന്മ ചെയ്തവർക്ക് കാഫിറാണെങ്കിലും ദുനിയാവിൽ വെച്ച് അള്ളാഹു നൽകും. മുഅ്മിന് പരലോകത്തേക്ക് അള്ളാഹു ഒരുക്കി വെക്കുകയും ചെയ്യും. അടുത്ത ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർറിള തൃപ്തിപ്പെടുന്നവൻ, അർറിള എന്നുള്ള സിഫത്തിനെ അറിയിക്കുന്നതാണ്. അല്ലാഹു തആല തൃപ്തിപ്പെടുന്നവനാണ് എന്നുള്ളത്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, വേറെ പല കിതാബുകളും പ്രത്യേകം എടുത്തു പറഞ്ഞ് വിശദീകരിക്കുന്ന കാര്യങ്ങളെ ഇതിൽ ക്രോഡീകരിച്ച് വളരെ പിന്നെ സംക്ഷിപ്തമായിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് ആണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്.
എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ഹദീസ് വായിക്കാം. വലഹു അൻഹു മർഫൂഅൻ, കഴിഞ്ഞ ഹദീസ് ഉദ്ധരിച്ച ആരാണ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് തന്നെ ഉദ്ധരിക്കുന്നത് അൻഹു മർഫൂഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തിക്കൊണ്ട് ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി, അല്ലാഹു തആല ഒരു അടിമയെ തൊട്ട് തൃപ്തിപ്പെടുന്നു. എന്താണ് അടിമയുടെ പ്രത്യേകത? യഅ്കുലുൽ അക്ലത, അവൻ ഒരു ഉരുള ഭക്ഷണം ഭക്ഷിക്കുമ്പോൾ ഫയഹ്മദഹു അലൈഹ, അതിനു മേലെ അവൻ അല്ലാഹുവിനെ സ്തുതിക്കും. വയശ്റബു ശർബത, അവൻ ഒരു മുറുക്ക് വെള്ളം കുടിക്കുമ്പോൾ ഫയഹ്മദഹു അലൈഹ, അവൻ അതിന്റെ മേലെ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ഒരു അടിമയെ അല്ലാഹു തആല തൃപ്തിപ്പെടുന്നു എന്നുള്ളത്. ഈ ഒരു ഹദീസിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, അല്ലാഹു തആലയുടെ റിള, അല്ലാഹു തൃപ്തിപ്പെടുന്നവനാണ് എന്നുള്ളത്. രണ്ട്, ഹംദ് ചെയ്യുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ്. ആദ്യം ഹംദിനെ പറ്റി പറയാം. ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം, ഭാഷാപരമായിട്ടുള്ള അർത്ഥം അസ്സനാഉ മഅൽ ഹുബ്ബ്, ഇഷ്ടത്തോടുകൂടി ഒരാളെ പുകഴ്ത്തുക, വാഴ്ത്തുക, മദ്ഹ് ചെയ്യുക എന്നുള്ളതാണ് ഹംദ് എന്ന് പറഞ്ഞ പദത്തിന്റെ ഉദ്ദേശം, ആശയം. ഒരാളെ ഇഷ്ടത്തോടുകൂടി ഒരാളെ പുകഴ്ത്തുന്നതിനാണ് എന്ത് പറയുക? ഹംദ് പറയുക. ഇപ്പൊ ഒരാള് ഒരു രാജാവിനെ ഒരു പ്രജ വന്നിട്ട് പുകഴ്ത്തുന്നുണ്ടാകാം, പക്ഷെ ഇഷ്ടം ഉണ്ടായിക്കോളം നിർബന്ധമില്ല. പേടിച്ചിട്ടായിരിക്കാം പുകഴ്ത്തുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ആളോട് ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാകാം, പക്ഷെ പുകഴ്ത്തുന്നൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഒരാളെ ഇഷ്ടത്തോടു കൂടി പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. അതിന് അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുന്നതിന് അൽഹംദുലില്ലാഹ്, എല്ലാവിധ ഹംദും അള്ളാഹുവിനാണ് എന്ന് പറയുന്നത്. ഇവിടെ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഹംദും ശുക്റും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ഹംദും ശുക്റും തമ്മിലുള്ള വ്യത്യാസം? ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുണ്ടായാലും നമുക്ക് ദോഷമുണ്ടായാലും, അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദോഷമായിട്ടുള്ള കാര്യമാണെങ്കിലും ഹംദ് ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചു, അവനെന്താണ്? അൽഹംദുലില്ലാഹ് എന്ന് പറയും, അള്ളാഹുവിനെ ഹംദ് ചെയ്യും, കാരണം ഒരു കുട്ടി ജനിച്ചു. ഒരാൾക്ക് കുട്ടി മരിച്ചു, അവനെന്ത് ചെയ്യും? ഹംദ് ചെയ്യും, അൽഹംദുലില്ലാഹ് പറയും. ഒരാൾക്ക് കച്ചവടത്തിൽ വലിയ ലാഭം ഉണ്ടായി, അവനെന്ത് ചെയ്യും? ഹംദ് ചെയ്യും. അവന്റെ കച്ചവട സ്ഥാപനം മൊത്തം കത്തിപ്പോയി, അല്ലെങ്കിൽ അവന്റെ ജോലി നഷ്ടപ്പെട്ടു, അവനെന്ത് ചെയ്യും? അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഒരാൾ അപകടത്തിന് രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ് എന്ന് പറയും. അപകടം പറ്റി, എന്നാലും അവൻ എന്ത് പറയും? അൽഹംദുലില്ലാഹ് എന്ന് പറയും. അതാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. ഹംദ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടല്ല, അത് തീരുമാനിക്കുന്ന അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത്? ഹംദ് കിടക്കുന്നത്. അത് നാവ് കൊണ്ടാണ് പ്രധാനമായിട്ടുണ്ടാവുക. നാവാണ് ഹംദിന്റെ ഭാഗം. അൽഹംദുലില്ലാഹ് എന്ന് പറയലാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ശുക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഅമത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒരാള് അടിസ്ഥാനപരമായിട്ട് അവന് മുസീബത്ത് ബാധിച്ചാൽ അതിന്റെ മേലെ ശുക്ർ ചെയ്തോളന്നില്ല. അടിസ്ഥാനപരമായിട്ട് ശുക്ർ പറഞ്ഞാൽ നിഅമത്ത് ലഭിച്ചതിന് നന്ദി കാണിക്കലാണ്. അത് നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും കൽബ് കൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യമാണ്. നാവ് കൊണ്ട് പറയും, കൽബ് കൊണ്ട് അതിനെ അംഗീകരിക്കും, അവയവങ്ങൾ കൊണ്ട് അതിന് നന്ദി കാണിക്കും. ഇപ്പൊ നമുക്ക് കണ്ണുണ്ട്, ആ കണ്ണിന് നാവ് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്റെ കാഴ്ച. അതുപോലെ തന്നെ കൽബ് കൊണ്ട് അംഗീകരിക്കും. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയതെന്ന് ഒഴിവായി അള്ളാഹു നോക്കാൻ പറഞ്ഞതിനെ നോക്കും. ആ നിലയ്ക്ക് എന്ത് അവയവമാണോ, സമ്പത്താണെങ്കിൽ അത് എന്താണ്, ആ നിഅമത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ശുക്ർ ഉണ്ടാവുക. ശുക്ർ 3 തരത്തിലുണ്ടാവും. ഹംദ് നാവ് കൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവുക. ഇതിന്റെ കുറച്ചൊരു ആഴത്തിൽ പഠിക്കാനുണ്ട്, തൽക്കാലം നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഹംദ്, അപ്പൊ ഞാൻ പറഞ്ഞത് ഹംദ് എന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ഉണ്ടാവണം. അപ്പൊ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു അടിമയുടെ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമയുടെ മകനെ അല്ലെങ്കിൽ കുട്ടിയെ നിങ്ങൾ പിടിച്ചോ? പറയും, പിടിച്ചു, റൂഹ് എടുത്തു എന്ന് പറയും. എന്താ അവൻ പറഞ്ഞത് ചോദിക്കും. പിന്നെ അപ്പൊ പറയും ഹമിദക സുമ്മസ്തർജ, മലക്കുകൾ പറയും അവന് നിന്നെ സ്തുതിച്ചു, പിന്നെ ഇസ്തിർജ, ലാ ഇലാഹ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ബുനൂലി അബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈത്തുൽ ഹംദ്, എന്റെ അടിമക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയുക, ആ വീടിന് എന്ത് പേരിടുക? ബൈത്തുൽ ഹംദ്, ഹംദിന്റെ ഭവനം എന്ന് അവന് പേരിടുക. കുട്ടി മരിച്ചിട്ടാണ് എന്ത് ചെയ്യണത്? അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അപ്പൊ ഹംദ് എന്നുള്ളത് എന്തല്ല, എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രം പറയേണ്ട കാര്യമല്ല. ചില ആളുകൾ അങ്ങനെ ധരിച്ചു വെക്കാറുണ്ട്, എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ ഹംദ് പറയേണ്ടുള്ളൂ. അല്ല, ഹംദ് ഏത് സമയത്തും, കാരണം അത് നമുക്ക് ലഭിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഹംദ്. ഹംദ് എന്താണ്? അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ സനാഹ് ചെയ്യലാണ് ഹംദ് എന്നുള്ളത്. എന്നാൽ ശുക്രാവാം. ഇപ്പൊ ഒരാൾ ശുക്റിന്റെ സുജൂദ് ചെയ്ത് പിന്നെ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ചെയ്യണമെന്നില്ല, അത് ചെയ്യാൻ പറ്റും, പക്ഷെ അത് വേറൊരു തരത്തിലാണ്. അതല്ലാതെ അടിസ്ഥാനപരമായിട്ട് എന്താവൂല, ആള് ചെയ്തോണല്ലോ, നന്ദി കാണിച്ചോളന്നില്ല.
പക്ഷെ ശുക്ർ എന്നുള്ളത് നിഅമത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഹംദുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അർരിദാ, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹു തൃപ്തിപ്പെടുന്നവനാണ്. അതാണ് ഇന്നല്ലാഹ ലയർദാ, അള്ളാഹു തൃപ്തിപ്പെടുന്നവനാണ്. തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം എന്നുള്ളതിനേക്കാൾ വലിയ ഒരു കാര്യമാണ് തൃപ്തി എന്നുള്ളത്. കാരണം പരലോകത്തെ ഏറ്റവും വലിയ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുന്നുള്ളത്. ചില ഹദീസുകൾ കാണാം, പരലോകത്ത് എല്ലാ അനുഗ്രഹം കിട്ടി എല്ലാവരും പരിപൂർണമായി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. അപ്പൊ എന്നിട്ട് അള്ളാഹു തആല അതിനോട് ചോദിക്കും, നിങ്ങൾക്ക് ഒക്കെ കിട്ടിയോ, ഇനി എന്തെങ്കിലും വേണോ? പറയാം, ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് എല്ലാം കിട്ടി, ഞങ്ങൾ എല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട. അങ്ങനെ അള്ളാഹു തആല പറയും നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ട് പറഞ്ഞു. എന്നിട്ട് പറയും ഞങ്ങളുടെ മേലെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇനി നിങ്ങളോട് ഞാൻ ഒരിക്കലും എന്തില്ല കോപിക്കുകയില്ല, അതിന്റെ തൃപ്തിയുണ്ട്. എന്നിട്ട് റിദ്വാനുൻ മിനല്ലാഹി അക്ബർ എന്നുള്ള ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അതിൽ റിദ്വാനുൻ മിനല്ലാ എന്ന് പറയുമ്പോൾ മിൻ എന്നുള്ള പദം ഉപയോഗിച്ച് തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അതന്നെ അക്ബർ ഏറ്റവും വലുതാണ്. ഇപ്പൊ റിദ്വാനുല്ലാഹി അക്ബർ എന്ന് പറയാ, അലി റിദല്ലാഹി അക്ബർ എന്ന് പറയാ. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി പൂർണ്ണമായി കിട്ടിയാലേ അത് വലിയ കാര്യമാവുള്ളൂ എന്നർത്ഥം. എന്നാൽ റിദ്വാനുൻ മിനല്ലാഹി അക്ബർ എന്ന് പറഞ്ഞാലോ അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്നൊരു ഭാഗം കിട്ടിയാൽ മതി, അതന്നെ വലിയ കാര്യം എന്നർത്ഥം. അപ്പൊ സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് അള്ളാഹു തൃപ്തിപ്പെടുക എന്നുള്ളത്. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ആദ്യം നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടണം, അതിനുള്ള കാര്യങ്ങൾ വേണം. തൃപ്തി എന്നുള്ളത് പിന്നെ ഒരു വലിയ ദർജയിലുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആബിദീങ്ങൾക്ക് ഈ ദുനിയാവിൽ ലഭിക്കുന്ന റാഹത്താണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടൽ എന്ന് പറഞ്ഞ കാണാം. ആബിദീങ്ങൾക്ക്, അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് ഈ ദുനിയാവിലെ സ്വർഗമാണ് അല്ലെങ്കിൽ ദുനിയാവിലെ റാഹത്ത് ലഭിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെടുക എന്നുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ അള്ളാഹു എന്ത് വിധിച്ചാലും അത് തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. സ്വബർ നിർബന്ധമാണ്. ഇപ്പൊ അള്ളാഹു തആല ഒരു മുസീബത്ത് നമുക്ക് ഉണ്ടായി വിചാരിക്കുക, അള്ളാഹു വിധിച്ചു വിചാരിക്കുക, അതിൽ സ്വബർ കാണിക്കാൻ നമ്മുടെ മേലെ നിർബന്ധമാണ്. ക്ഷമ കെട്ടിട്ട് ഒരു കാര്യം നമുക്ക് പറയാനോ ചെയ്യാനോ പാടില്ല, നിർബന്ധമാണ്. റിള മുസ്തഹബാണ്. തൃപ്തിപ്പെടുക എന്നുള്ളത് കുറച്ചുകൂടി ഈമാനികമായ ശക്തിയുള്ള ആളുകൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്താ സ്വബർ റിളയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെക്കലാണ്. ഒരു മശക്കത്ത് ഉണ്ടാകും, അതായത് പിന്നെ ഹബ്സുൻ നഫ്സി അൽ മക്കാരിഹ്, ഒരു ബുദ്ധിമുട്ടിനോടൊപ്പം പിടിച്ചു വെക്കുന്നതിന് എന്താ പറയാ? സ്വബർ എന്ന് പറയാ. നമുക്ക് ഇഷ്ടം ഉണ്ടാവൂല, പക്ഷെ കഷ്ടപ്പെട്ട് പിടിച്ചു വെക്കായിരിക്കും, അതാണ് സ്വബർ എന്ന് പറയാ. റിള എന്ന് പറഞ്ഞാല് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല, സന്തോഷത്തോടു കൂടി തൃപ്തിയോ അങ്ങനെ പിടിച്ചു വെക്കുന്നതിനാണ് എന്ത് പറയുക? ഇപ്പൊ ഒരാൾക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു ഹറാമായ ഭക്ഷണം അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അയാളത് മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് അവനെ പിടിച്ചു വെക്കുകയാണ്. കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പിടിച്ചു വെക്കുകയാണ്. എന്തിന്? അള്ളാഹ് ഹറാമാക്കിയതുകൊണ്ട്. അത് സ്വബർ. അയാൾക്ക് ഹറാമായ ഭക്ഷണമുണ്ട്, അവന് അത് ഇഷ്ടം അവന്റെ കയ്യിൽ ഉണ്ടാകും, പക്ഷെ അവനൊരു യാതൊരു കുഴപ്പമില്ല, പിടിച്ചു വെക്കണ ബുദ്ധിമുട്ടൊന്നുമില്ല. അവനെന്താണ്? അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഞാൻ കഴിക്കുള്ളൂ, അവനക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ നിലയ്ക്ക് ആ ബുദ്ധിമുട്ടില്ലാതെ അതിനെ ഒഴിവാക്കുന്നതിനാണ് എന്ത് പറയാ? റിള എന്ന് പറയാ. സ്വബറിനേക്കാൾ ഒരു പടി ഉയർന്നതാണ് റിള. സ്വബർ നിർബന്ധമാണ്, റിള മുസ്തഹബാണ്. ഇനി ഹദീസിലേക്ക് കടക്കാം. ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി യഅകുലുൽ അക്ലത ഫയഹ്മദഹു അലൈഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ തൊട്ട് തൃപ്തിപ്പെടും ഏത് സമയത്തായാലും. ഒരു അമല് പറയാണ്, തൃപ്തിപ്പെടുന്ന ഒരു അമല് പറയാണ്, അവൻ ഒരു ഭക്ഷണം, ഒരു ഉരുള, അക്ലത്ത് ഒരു ഉരുളയാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഓരോ ഉരുളയിലും അൽഹംദുലില്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞ് കാണാം. ഓരോ ഉരുള ഭക്ഷിക്കുമ്പോഴും അൽഹംദുലില്ലാഹ്, ഓരോ മുറുക്ക് കൊടുക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഭക്ഷണത്തിൽ തുടക്ക അവസാനത്തിലും പറയാം, അല്ലാതെ ഓരോ ഉരുളയിലും പറയാം എന്ന് കാണാം. അപ്പൊ അവൻ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ അള്ളാഹുവിനെ അൽഹംദുലില്ലാഹ് എന്ന് സ്തുതിക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് സ്തുതിക്കുന്നു. അത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു എന്ന് കാണാം. അപ്പൊ എന്ത് കാര്യത്തിലും ഹംദ് ചെയ്യുന്നത് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. നിർത്താനായോ? നിങ്ങൾ പറഞ്ഞ പോലെ കേട്ടോ, ഞാൻ എടുത്തുകൊണ്ടേ പോവും. നിങ്ങൾക്ക് ജോലി ഇതൊക്കെ ഉണ്ട് നാളെ, അതുകൊണ്ടാണ്. അടുത്ത ദിവസം കുറച്ച് കൂടും, അരമണിക്കൂർ എടുക്കും. നമുക്ക് എടുക്കാം, ഞാൻ എപ്പോഴാണെങ്കിലും എടുക്കാൻ റെഡിയാണ്, ഇനി എത്ര നേരം വേണമെങ്കിലും എടുക്കാൻ റെഡിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെയാണ്. നാളെ എന്തായാലും അടുത്ത് തീരുമാനിച്ചിട്ട് ഇതാക്കിയാൽ മതി, മെല്ലെ ആക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.